ആദ്യം വായിക്കേണ്ടത് യെശയ്യാപ്രവചനം 14-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വചനങ്ങളാണ്. യെശയ്യാ 14-13 മുതൽ. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും. നിന്നെ കാണുന്നവർ നിന്നെ ഉറ്റുനോക്കി ഭൂമിയെ നടുക്കുകയും രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെ ആക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും തന്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചുവിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലയോ എന്ന് നിരൂപിക്കും. മതി. ഈ വചനം വളരെ കൃത്യമായി ബോധ്യമുള്ളവരാണ് ഈ സദസ്സിൽ ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെയാണ് വെട്ടേറ്റ് നിലത്ത് വീണത്? നീ പറഞ്ഞു, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഉത്തരദിക്കിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. പിന്നെയും പറഞ്ഞു, ഞാൻ അത്യുന്നതനോട് സമനാകും. അത്യുന്നതൻ സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, ഇങ്ങനെയുള്ള ഗുണഗണങ്ങളോട് കൂടിയ ദൈവത്തോട് സമനാകാൻ മത്സരിച്ച ഒരു ദൂതനെ കുറിച്ച് അറിയാത്തൊരാളും ഇവിടെ ഇല്ല. ബൈബിൾ വിശ്വാസികൾക്ക് ഈ സംഭവം വളരെ കൃത്യമാണ്. ദൈവമുണ്ട്, ദൂതസഞ്ചയങ്ങളുണ്ട്, ദൈവത്തിൻ്റെ മനോഹരങ്ങളായ പ്രവൃത്തികളുണ്ട്, ദൈവത്തെ നിരന്തരം പാടിപ്പുകഴ്ത്തുന്ന ദൂതസഞ്ചയങ്ങളുണ്ട്, അവിടുത്തെ സൃഷ്ടിയുടെ മാഹാത്മ്യം വർണ്ണിക്കുന്ന അചേതന വസ്തുക്കളും ചേതനയുള്ള വസ്തുക്കളുമുണ്ട്. അതിനൊപ്പം എങ്ങനെയാണ് പിശാച് അല്ലെങ്കിൽ തിന്മയുടെ മൂർത്തിമത് ഭാവമായ ഒരു ശക്തി, ആ ശക്തി എങ്ങനെയാണ് ആ തിന്മയുടെ പരമകഷ്ടയിൽ, അതിൻ്റെ തീവ്രഭാവത്ത് മരണത്തിലേക്ക് ആ തിന്മ കൊണ്ടെത്തിക്കുന്നത് എന്നും കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. എന്നാൽ തിന്മയ്ക്ക് ഹേതുവായ മനുഷ്യരാശിയെ മുഴുവൻ മരണത്തിലേക്ക് തള്ളിവിട്ട പാപത്തിൻ്റെ പ്രചോദനം ഒരു ദൂതനിലൂടെയാണ്. ആ ദൂതനെ നമ്മൾ പറയും ഫോളൻ ഏഞ്ചൽ, അതായത് വീണുപോയ ദൂതൻ. നേരാമണ്ണം ഒരിക്കൽ നിലകൊണ്ട ദൂതൻ വീണിരിക്കുന്നു, പരാജിതനായിരിക്കുന്നു. ആ ദൂതനെക്കുറിച്ചും ഒരു വാക്ക് പറഞ്ഞു വിഷയത്തിലേക്ക് കിടക്കുന്നത് ഈ ഘട്ടത്തിൽ യുക്തമാണ്. യെസയ്ക്കേൽ പ്രവചനം 28-ാം അധ്യായം 12 മുതലുള്ള വചനങ്ങൾ വായിച്ചാൽ ആരായിരുന്നു ഈ ദൂതൻ എന്ന് മനസ്സിലാകും. ആ ദൂത സൃഷ്ടി എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാകും. അതിന് ഭവിച്ച പതനം എന്ത് എന്നും പിടികിട്ടും. അത് ഇപ്പോൾ വായിച്ച വചനത്തോട് ചേർത്ത് ചിന്തിക്കേണ്ടതുകൊണ്ട് യെസയ്ക്കേൽ 28:12 മുതൽ വായിക്കാം. മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറകു വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞ് നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. മതി. ഈ വചനവും നിങ്ങൾക്ക് അല്പം പരിചയമുള്ള വചനമാണ്. ഭൂമി മുഴുവൻ ഭയക്കുന്ന, മനുഷ്യരാശി മുഴുവൻ ഭയക്കുന്ന, മരണമെന്ന യാഥാർത്ഥ്യത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന
പൈശാചിക ശക്തിയുടെ ആവിർഭാവം എങ്ങനെ എന്ന് വളരെ കൃത്യതയോടെ ബൈബിൾ നമുക്ക് ഉത്തരം തരുന്നു. യെശയ്യാപ്രവചനം 14:4 ബാബേൽ പ്രഭുവിനെക്കുറിച്ച് നീ പ്രവചിച്ചു പറയേണ്ടതെന്തെന്നാൽ എന്ന രൂപേണ വചനം ആരംഭിച്ചു സമ്പന്നമായൊരു രാഷ്ട്രത്തലവന് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ് ഒരു പ്രവചനം. അത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ സോർ രാജാവിനെ കുറിച്ച് നീ ഒരു വിലാപം കഴിച്ചവനെ കുറിച്ച് പറയണം. അന്ന് നിലനിന്നിരുന്ന 2 സാമ്രാജ്യങ്ങളാണ് ബാബിലോണും സോറും. സോർ ഒരു സാമ്രാജ്യമല്ല, ഒരു രാജ്യമാണ്. ഈ രണ്ടിടങ്ങളും സമ്പന്നമാണ്. സമ്പത്തിൻ്റെ ആധിക്യം കൊണ്ട് നിർമ്മിതികൾ വ്യത്യസ്ത തരത്തിലെ വലിയ ഗോപുരങ്ങളും കോട്ടകളും നിർമ്മിച്ചുകൊണ്ട് ബാബിലോന്യ ചക്രവർത്തി ആ രാജ്യം തന്നെ, ആ സാമ്രാജ്യം തന്നെ അഹന്തയുടെ ഗർവിൻ്റെ പര്യായപദമായി മാറി. അഹന്തമുറ്റിയ ആ സാമ്രാജ്യാധിപതിയെ ചൂണ്ടിക്കാട്ടി പറയുക, നിങ്ങൾ സാത്താനെ കണ്ടിട്ടില്ലെങ്കിൽ, അവനെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഈ ബാബിലോന്യ രാജാവിനെ നോക്കിയാൽ മതി. ഇയാളാണ് അതിൻ്റെ പ്രതീകം. കുറവുകളൊന്നും അയാൾക്കില്ല. അയാൾ സമ്പന്നനാ. അയാൾ തൻ്റെ വാക്കുകളിലൊക്കെ ഗർവം പുലർത്തുന്നയാളാ. അദ്ദേഹത്തിന് ഒരിക്കൽ പറഞ്ഞു, ഞാൻ മേഘോന്നതങ്ങൾക്കും മീതെ കയറും. അക്ഷരാർത്ഥമില്ല. ഞാൻ അത്യുന്നതനോട് സമനാകും. ദൈവത്തോട് സമരസപ്പെടുത്തിക്കൊണ്ട് ലോകത്തിലെ പല ഭരണാധികാരികൾ തങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് റോമിലെ ചക്രവർത്തിമാരെ ദൈവതുല്യം പൂജിക്കണമായിരുന്നു. ചക്രവർത്തിയാണ് ദൈവം. ചക്രവർത്തിയെ ദൈവസ്ഥാനത്ത് അവരോധിക്കണമായിരുന്നു. ചക്രവർത്തിയുടെ നാമത്തിൽ അഭിവാദ്യമർപ്പിക്കണമായിരുന്നു റോമിൽ. നോക്കണം, ഇതേ വിധത്തിൽ ബാബിലോന്യ ചക്രവർത്തിയും ആഗ്രഹിച്ചു. അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു. ഇതേ സമയത്ത് സോരിലെ ചക്രവർത്തി അയാളും ഇതേ വിധത്തിൽ ചിന്തിക്കുക. പക്ഷെ അയാൾ കുറെ കൂടി സമ്പന്നനാണ്. രാജ്യത്തിന് വലിയ വലിപ്പമില്ല. ബാബിലോൺ വലിയ സാമ്രാജ്യമാണ്, വലിപ്പമുണ്ട്. ഇയാൾക്ക് സാമ്രാജ്യ വലിപ്പത്തെക്കാൾ അധിക സമ്പത്ത് സ്വന്തമുള്ളയാളാണ്. ആ സമ്പത്തിൻ്റെ ആധിക്യം അദ്ദേഹത്തെ എന്തൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചുവെന്ന് എസെക്കിയേൽ പറയുക. അലയോ, സോർ പ്രഭുവിനെ കുറിച്ചൊരു വിലാപം കഴിക്കണം. നീ അവനെക്കുറിച്ച് പറയണം. എന്താ പറയേണ്ടത്? മറക്കുന്ന കെരൂബേ, കണ്ടോ, അതുവരെ രാജാവിനെ ബഹുമാന പുരസ്സരം വിളിച്ചിട്ട് നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. മലയാള പരിഭാഷയിൽ അങ്ങനെ എഴുതുമ്പോൾ ശരിക്കുള്ള പരിഭാഷയിൽ ഇങ്ങനെയാണ്: നിന്നെ തീർത്ത നാളിൽ നിന്റെ പക്കലുള്ള നാദസ്വരങ്ങളുടെയും കുഴലുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. എന്താ എൻ്റെ അർത്ഥം? ഈ കെരൂബുകൾ ചിറകു ധരിച്ചവരാണ്. അവർക്ക് വാദ്യോപകരണങ്ങൾ മീട്ടുവാനുള്ള ശേഷിയുണ്ട്. ആ വാദ്യോപകരണങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് സ്വർണത്തിലാണ്. 12 വിധ രത്നത്തിലധികം കൊണ്ടതിന് ഈ ദൂതനെ മൂടിയിരുന്നു. അതിൽ താമ്രമണിയുണ്ട്, പീതരത്നമുണ്ട്, പുഷ്യരാഗമുണ്ട്, ഗോമേതകമുണ്ട്, വൈഡൂര്യമുണ്ട്, മാണിക്യമുണ്ട്, മരതകമുണ്ട്. ഇത്തരത്തിലെ വിലപിടിപ്പുള്ള രത്നങ്ങൾ കൊണ്ട് മൂടപ്പെട്ട ഒരു മനോഹര രൂപം. അതായിരുന്നു ദൂതൻ. ഇത്രയും കഴിവുള്ള ഈ ദൂതനെക്കുറിച്ച് പറയുക. പക്ഷെ നിനക്കൊരു പ്രശ്നമുണ്ടായി. നിന്റെ സാഹസത്തിൻ്റെ പെരുപ്പത്താൽ നിന്റെ അന്തരംഗം ഗർവിച്ചു. സംഗീതത്തിൻ്റെ ആലാപനത്തിൻ്റെ മനോഹാരിതയിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ ലയിച്ചു ചേരും. ദൂതഗണങ്ങൾ പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എഴുതിയിട്ടുണ്ട്. അവ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോഴൊക്കെ ഒരുവനോടൊരുവൻ, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവ് പരിശുദ്ധൻ 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 എന്നിങ്ങനെ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. അവ ആർക്കുമ്പോഴൊക്കെ ആ ആർപ്പിൻ്റെ ശബ്ദ തരംഗങ്ങൾ ദേവാലയത്തിൻ്റെ ഉമ്മറപ്പടി ഇളക്കിക്കൊണ്ടിരുന്നു. അത്തരം ഇരമ്പൽ കൊണ്ട്, മനോഹരമായ ആ വാദ്യാഘോഷങ്ങൾ കൊണ്ട്, അതിൻ്റെ ആലാപനം കൊണ്ട് നിന്റെ അന്തരംഗം ഗർവിച്ചു. നിന്റെ ഉള്ളിൽ തെറ്റായ ചിന്തകൾ കടന്നു. ഞാനും നിങ്ങളുമൊക്കെ പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളാ. വ്യത്യസ്ത കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. പാടുന്നവരുണ്ട്, പ്രസംഗിക്കുന്നവരുണ്ട്, നല്ല ലീഡേഴ്സുണ്ട്. അന്തരംഗം സാഹസം കൊണ്ട് ഗർവിച്ചാൽ
ഞാൻ എന്തൊക്കെയോ ആയിപ്പോയി എന്ന് ധരിച്ചാൽ ഒരു കാര്യം ഉറപ്പിക്കണം, ഒരു പതനം ഉറപ്പാണ്, ഒരു വീഴ്ച ഉറപ്പാണ്. ആ വീഴ്ചയ്ക്ക് മുമ്പ് ഉന്നത ഭാവം എന്ന് വചനം പറയുക. സമൂഹത്തിൻ്റെ എല്ലാം ഒരു പതനത്തിൻ്റെ കാരണം അതാ. നല്ല നിലയിൽ വരുന്ന പല മനുഷ്യരുണ്ട്, അല്പം കഴിഞ്ഞവർക്ക് അമാനുഷികരായി തോന്നും. ആ തോന്നൽ സ്വതസിദ്ധമല്ല, അത് പൈശാചികമാണ്. അങ്ങനെയെങ്കിൽ അത് കൊണ്ടെത്തിക്കുന്നത് നാശത്തിലേക്ക്, പരാജയത്തിലേക്ക്, മരണത്തിലേക്ക്. അതാണ് മരണത്തിൻ്റെ അധികാരി എന്ന് പറയുന്നത്. ഈ മരണാധികാരിയെ യെശയ്യാ വിളിച്ചു അരുണോദയ പുത്രനായ ശുക്ര. മലയാള പരിഭാഷ. എബ്രായ ഭാഷയിൽ കിടക്കുന്ന ലൂസിഫർ, ഈ പദവും നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്ന് ഈ പദമൊക്കെ സർവ്വസാധാരണമാണ്. അങ്ങനെയൊക്കെ സിനിമകളൊക്കെ ഇറങ്ങുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ലൂസിഫർ ബൈബിളിൽ മാത്രമാണ് കൃത്യമായി ലൂസിഫറിനെ പറ്റി പറയുന്നത്. അതിൻ്റെ അർത്ഥം പ്രകാശങ്ങളുടെ ദൂതനെന്നാണ്. സത്യം പറഞ്ഞാൽ വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തിലെ നല്ല പ്രകാശമല്ലത്. വെളിച്ചമുണ്ടെന്ന് തോന്നിക്കും, യഥാർത്ഥ വെളിച്ചമല്ല. ആ വെളിച്ചത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ തെറ്റിദ്ധാരണ നിമിത്തം കൃത്രിമമായ അത്തരം വെളിച്ചത്തിന്റെ അപ്രസക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഹന്നാൻ പറയുന്നത് സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അത് ക്രിസ്തുവായിരുന്നു. സത്യവെളിച്ചമായ ക്രിസ്തുവും വെളിച്ചം പോലെ തോന്നലുണ്ടാക്കുന്ന പിശാചും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന വൈരുദ്ധ്യങ്ങളുടെ ശക്തിയാണെങ്കിൽ ഇതാ ആ ശക്തിയെ, അതിൻ്റെ ഉത്ഭവത്തെ നമുക്കൊന്നുകൂടി ഒന്ന് അടുത്ത് പരിചയപ്പെടണം. അടുത്ത് പരിചയപ്പെട്ടെങ്കിലേ ഈ വചനത്തിൻ്റെ ആഴം ഒന്ന് ഗ്രഹിക്കാൻ പറ്റൂ. ശ്രദ്ധയോടിരിക്കണം. വീണ്ടും യെശയ്യാ 14:13 മുതൽ ഒന്ന് വായിച്ചുള്ളൂ. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. 13 മുതൽ വായിച്ചട്ടെ. 11 മുതൽ. നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു, കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു. അരുണോദയ പുത്രനായ ശുക്ര, ഓ മോർണിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ലൂസിഫർ, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ഇതിന്റെ ദർശനം കണ്ട പ്രവാചകൻ ചോദിക്കുക, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? നീ വലിയൊരു വ്യക്തിയായിരുന്നു, നിനക്കെങ്ങനെയാണ് ഈ പതനം സംഭവിച്ചത്? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? നിനക്കെന്താ സംഭവിച്ചത്? എന്ത് പരാജയമാണ് ഭവിച്ചത്? പിന്നെ ഞാൻ സ്വർഗത്തിൽ കയറും. എന്തായിരുന്നു ഇവൻ പറഞ്ഞെന്നറിയണ്ടേ? ഞാൻ ഇവിടം കൊണ്ട് നിൽക്കില്ല, സ്വർഗത്തിൽ കയറും. പിന്നെ എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. പിന്നെ ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും. പിന്നെ ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. അവിടെ കൊണ്ടും തീർന്നില്ല, ഞാൻ ദൈവമിരിക്കുന്നതിന് മീതെ കയറും, മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. പിന്നെ ഞാൻ അത്യുന്നതനോട് സമനാകും. അവസാനം പറഞ്ഞു, ഞാനും ദൈവവും തുല്യരാകും. ഇതൊക്കെയാ പറഞ്ഞു. അവൻ എന്ത് പറ്റി? വെട്ടി നിലത്ത് വീഴ്ചു. ഇത്ര അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അറിയാം. ദൈവാസന്മാരും ഇത് പ്രസംഗിക്കുന്നവരാണ്. എന്നാൽ ഇവിടെ മുതൽ നമ്മളൊന്ന് കലഹിക്കാൻ പോവാണ്. ആ മോള് വായിച്ച വചനം നിങ്ങൾ കേട്ടു. നീ വെട്ടേറ്റ് നിലത്ത് വീണു. ആയിട്ട് ഇയാൾ വീണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഈ വിഷമിക്കുന്നത്? ആർക്കെതിരെയായി പ്രാർത്ഥിക്കുന്നത്? ഇയാൾ വെട്ടുകൊണ്ടില്ലേ? വെട്ടി മുറിവേറ്റി വീണവന് ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ചത്, ശാസിച്ചത്, ഭൂതങ്ങളെ പുറത്താക്കിയതൊക്കെ ആയിട്ട് കണ്ടു. ഇവനെ വെട്ടിക്കളഞ്ഞെങ്കിൽ പിന്നെ ആരെയാ ശാസിച്ചേ? തീർന്നില്ല, അവിടെ വീണ്ടും കിടക്കുന്നു. നിന്നെ കണ്ടിട്ട് അന്ന് പറയും, ഭൂമിയും അതിലെ ജാതികളെയുമൊക്കെ നീ താഴ്ത്തിക്കളഞ്ഞു. അപ്പോൾ അടുത്ത ചോദ്യം, ഇയാൾ ഏത് ജാതിയാണ് താഴ്ത്തിയേ? അന്ന് ആരാ? ജാതികളുണ്ടോ അവിടെ? ഇന്ന് മനുഷ്യരുണ്ടോ? പിന്നെയും പറയാ, ഭൂമിയും അതിലെ പട്ടണങ്ങളും നീ ഇടിച്ചു. അപ്പോൾ ലൂസിഫറുള്ള കാലത്ത്, ആദമൊന്നും ഇല്ലാത്ത കാലത്ത് ഏത് പട്ടണം ഇടിച്ചേ? തിരുവനന്തപുരമാണോ? യെരുശലേമാണോ? ഏത് പട്ടണത്തെ ഇടിച്ചു? അങ്ങനെ ഉണ്ടോ നമുക്കൊന്ന് നോക്കാം. 14:4 മുതലൊന്ന് വായിച്ചേ മക്കളെ, വേഗത്തിൽ. 14:4. വിശ്രാമം നൽകുന്ന നാളിൽ നീ ബാബേൽ രാജാവിനെ കുറിച്ച് ഈ പാട്ട് ചൊല്ലും. പീഡിപ്പിക്കുന്നവൻ എങ്ങനെ ഇല്ലാതെയായി? പീഡിപ്പിക്കുന്നവൻ എങ്ങനെ ഇല്ലാതായി? ഇയാൾ ആരെയാ പീഡിപ്പിച്ചേ? പിന്നെ സ്വർണ്ണ നഗരം എങ്ങനെ മുടിഞ്ഞു പോയി? പിന്നെ
യഹോവ ദുഷ്ടന്മാരുടെ വടിയും ആ. വാഴുന്നവരുടെ ചെങ്കോലും ഒടിച്ചു കളഞ്ഞു. ആ. വംശങ്ങളെ ഇടവിടാതെ ആ. ക്രോധത്തോടെ അടിക്കുകയും പിന്നെ ആർക്കും അടുത്തുകൂടാത്ത ഉപദ്രവത്താൽ ആ. ജാതികളെ കോപത്തോടെ ഭരിക്കുകയും ചെയ്തവനെ തന്നെ. ജാതികളെ ഇവൻ കോപത്തോടെ ഭരിച്ചു എന്ന്. ഏത് ജാതിയാണ് ലൂസിഫർ കോപത്തോടെ ഭരിച്ചത്? അല്ലേ? ഇതുവരെ ഞാനും പാസ്റ്റർമാരെല്ലാം ഒരേ ലൈനിലാണ്. നിങ്ങളും ചിന്തിച്ചേ, ഇവിടെ മുതൽ സംശയം വരികയാണ്. ഇയാൾ ജാതികളെ ഭരിച്ചു. ഏത് ജാതിയെ? പിന്നെ അടുത്തത് വായിച്ചട്ടെ. സർവഭൂമിയും വിശ്രമിച്ച് ആ. സ്വസ്ഥമായിരിക്കുന്നു. ആ. അവർ ആർത്തു പാടുന്നു. എങ്ങനെ ഭൂമി ആർത്തു പാടണമെങ്കിൽ അവിടെ ആരാ ഉള്ളത്? സകല ഭൂമിയും വിശ്രമിച്ച് ആർത്തു പാടുന്നു. പിന്നെ സരള വൃക്ഷങ്ങളും ആ. ലെബാനോനിലെ ദേവദാരുക്കളും ആ. നിന്നെ കുറിച്ച് സന്തോഷിച്ചു. അയ്യോ, അന്നും ഉൽപ്പത്തി ആയില്ലല്ലോ. പ്രപഞ്ചസൃഷ്ടി നടക്കുമ്പോൾ അങ്ങനെ ഈ ലെബാനോനിലെ വൃക്ഷങ്ങൾ സന്തോഷിക്കുക. പിന്നെ നീ വീണു കിടന്നത് മുതൽ ആ. ഒരു വെട്ടുകാരനും ആ. ഞങ്ങളുടെ നേരെ കയറി വരുന്നില്ല എന്ന് പറയുന്നു. പിന്നെ നിന്റെ വരവെങ്കിൽ ആ. നിന്നെ എതിരേൽപ്പാൻ ആ. താഴെ പാതാളം ആ. നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു. താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകി. പിന്നെ അത് നിന്നെ ചൊല്ലി ആ. സകല ഭൂപാലന്മാരുമായ ആ. പ്രേതന്മാരെ ഉണർത്തുകയും. അതെങ്ങനെ പറ്റും? ഭൂമിയിൽ ആദമില്ല, ഔവയില്ല, കയ്യിലില്ല, ഹാബേലില്ല, ഭൂമിയേ ഇല്ല. ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന് നടന്നിട്ടില്ല. അന്ന് മേഘോന്നതങ്ങൾക്കും ഇതേ കയറുമെന്ന് പറഞ്ഞവരെ പറ്റി യെശയ്യാവ് ആത്മാവിൽ പ്രവചിക്കുന്ന ഈ വാക്യങ്ങളുടെ അർത്ഥമെന്ത്? ഇത് സംഭവിച്ചോ? എന്തു പറയുന്നു? വായിച്ചോളൂ. ജാതികളുടെ സകല രാജാക്കന്മാരെയും ആ. സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എങ്ങനെ പറ്റും? ജാതിയില്ല, രാജാക്കന്മാരില്ല, സിംഹാസനം ഇല്ലാതെ ഇത് എങ്ങനെ സാധിക്കും? ലൂസിഫർ മാത്രമേ ഉള്ളൂ. ദൂതമണ്ഡലവും ദൈവവും മാത്രമേ ഉള്ളൂ. മനുഷ്യരില്ല, ജീവജാലങ്ങളില്ല. പിന്നെ നമുക്ക് എന്തു പറ്റി? ഞാൻ 2-3 ചോദ്യങ്ങളാണ് ചോദിച്ചേ. അവനെ അന്നേ വെട്ടി വീഴിച്ചെങ്കിൽ പിന്നെ നമ്മൾ ഇന്ന് ശാസിക്കുന്നതിൽ എന്താർത്ഥം? 2, ഈ പറയുന്ന ഇതര വചനങ്ങളുണ്ടല്ലോ, ജാതികളെ താഴ്ത്തി ഭൂമിയെയും പട്ടണങ്ങളെയും ഇടിച്ചു. പിന്നെ പറയുക, ഭൂമിയിലെ രാജാക്കന്മാർ നിന്നെ ചൊല്ലി പാതാളം അതിൻ്റെ വരവിങ്കൽ നിന്നെ എതിരേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. പിന്നെ അയക്കാം. അവരൊക്കെയും നിന്നോട് ആ. നീയും ഞങ്ങളെ പോലെ ബലഹീനനായോ? അതാ അതിലും കഷ്ടം. ഈ വീഴുന്ന ലൂസിഫറിനോട് ചോദിക്കുകയാണ്, നീ ഞങ്ങളെപ്പോലെ ബലഹീനനായോ? നീയും ഞങ്ങൾക്ക് തുല്യനായോ? അപ്പം ഇയാൾക്ക് തുല്യനാകണമെങ്കിൽ ഇയാളെക്കാൾ മുമ്പ് ആരോ ഇതുപോലെ പെട്ടുപോയി. അല്ല പിന്നെ തുല്യനാണെന്ന് പറയാൻ പറ്റുമോ? അപ്പം ചുരുക്കി പറഞ്ഞാൽ, നന്നായി ബൈബിൾ വായിച്ച് ശീലിച്ച നിങ്ങൾക്കൊരു ചിന്താക്കുഴപ്പമുണ്ടായിട്ടുണ്ട്. ദേവദാസന്മാർക്കുണ്ടായോ എന്ന് എനിക്ക് അറിയില്ല. ഒരു പ്രശ്നമുണ്ടല്ലേ? പാസ്റ്ററാണോ? ഈ ഭൂതത്തെയൊക്കെ ശാസിച്ചപ്പോൾ പറഞ്ഞു കേട്ടില്ലേ ഇല്ല കിടക്കുന്ന വചനം? ഇതെങ്ങനെ യോജിക്കും? അപ്പോൾ നമ്മൾ ഇന്ന് അതുവഴി ഒന്ന് പോവുകയാണ്. സന്തോഷമുണ്ടോ? അപ്പം മരണമെന്ന ചിന്ത ഇന്നലെ പറഞ്ഞത് പ്രത്യാശ നിർഭരമായി പര്യവസാനിക്കും. ദൂരെ ഇരിക്കുന്നവർക്ക് കേൾക്കാമോ? കേൾക്കാം? കാണാമോ? അപ്പം ഇനി നമ്മൾ വിഷയത്തിലേക്ക് കടന്നു. കാരണം ഒരു സംശയം നിങ്ങളിൽ ഉരുത്തിരിഞ്ഞു. ഉത്തരത്തിലേക്ക് കടക്കണം. ആദ്യം പറയട്ടെ, യെശയ്യാപ്രവചനം പറഞ്ഞതെല്ലാം ശരിയാണ്. പക്ഷെ പ്രശ്നം എന്താണെന്നറിയട്ടെ, ഇവ ഇതുവരെ നടന്നില്ല. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഫുൾഫിൽഡ്. ഇത് നിറവേറാനുള്ള പ്രവചനമാണ്. നിറവേറിയിട്ടില്ല, വെട്ട് നടന്നിട്ടില്ല. അവൻ പാതാളത്തിലേക്ക് പോയിട്ടുമില്ല. ഭൂമി പാതാളം അവൻ്റെ വരവിങ്കൽ എതിരേൽക്കാൻ ഒരുങ്ങിയിട്ടുണ്ട്. പക്ഷേ അവനങ്ങ് ചെന്നിട്ടില്ല. ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് അറിയണ്ടേ? മുഴുലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ അവൻ ഈ ഭൂമിയിലുണ്ട്. ആകാശമണ്ഡലത്തിൽ അവന് ചെല്ലാൻ പറ്റിയ പരമാവധി ഇടമുണ്ട്. അതാ യോബിൻ്റെ പുസ്തകം പറയുന്നത്, ഒരു ദിവസം ദൈവപുത്രന്മാർ ദൈവസന്നിധി നിൽക്കാൻ ചെന്നു, സാത്താനും അവൻ്റെ കൂടെ നിൽക്കാൻ ചെന്നു. അപ്പോൾ ഒരു മണ്ഡലം, ഒരു പൈശാചിക മണ്ഡലത്തിൽ അവനും അവൻ്റെ അണികളും ചേർന്ന് കലാപമൊരുക്കുന്നു,
ഏറ്റുമുട്ടാൻ പ്രേരണ തരുന്നു, പാപം ചെയ്യിക്കുന്നു, ദുഷ്ടത പ്രവർത്തിക്കുന്നു, മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നു, എല്ലാ ദ്രവ്യാഗ്രഹങ്ങളും യുദ്ധങ്ങളും പിടിച്ചെടുക്കലും ഒക്കെയായ തിന്മകളെ ഉണർത്തുന്ന പ്രവണതകൾ ഒടുക്കം കൊണ്ടെത്തിക്കുന്ന മരണത്തിൻ്റെ മാരകമായ അനുഭവങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന പൈശാചിക നിഗൂഢതയുടെ ലോകം. ഇന്നേ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോവാ, MBBS അഡ്മിഷൻ കിട്ടുക, എഞ്ചിനീയറിംഗ് കിട്ടുക, സിവിൽ സർവീസിന് കിട്ടുക, ഗഹനമായ ആഴങ്ങളിലിറങ്ങി പഠിച്ച് വിജയം നേടാനാവാതെ വരുന്ന കുട്ടികൾ പഠനത്തിൻ്റെ കാഠിന്യ നിമിത്തം ചിലർ ആത്മഹത്യ ചെയ്യുന്നു. മറുഭാഗത്ത് പഠിക്കാൻ നിർവാഹമില്ലാത്ത, ശേഷിയില്ലാത്ത കുട്ടികളെ കാണും. ഇവരുടെ അരികിലേക്ക് ഒരു പറ്റ ആളുകൾ വന്നിട്ട് പറയും, നിങ്ങൾക്ക് നല്ല ബുദ്ധി തരുന്ന, നിങ്ങളുടെ ഓർമ്മകളെ ഉദ്ദീപിപ്പിക്കുന്ന ചില മരുന്നുകൾ ഞാൻ തരാം. ഇതൊന്ന് പൈസയൊന്നും വേണ്ട, ഒന്ന് കഴിച്ചു നോക്ക്. കുട്ടി ഇത് കഴിക്കുന്നു. ആ പറഞ്ഞ പോലെ അനുഭവം ഉണ്ടാകും. ഇന്നലകളെയൊക്കെ ചിന്തിച്ചതിനേക്കാൾ വേഗത്തിൽ കാര്യങ്ങൾ ചിന്തിക്കാനും എഴുതി പ്രതിഫലിപ്പിക്കാനും കഴിയുന്നു. കുട്ടിയുടെ ബുദ്ധിയും ചിന്താമണ്ഡലവും ഉണർന്നു പ്രവർത്തിക്കുന്നു. പക്ഷെ അടുത്തടുത്ത ഘട്ടം ഇത് കഴിച്ചുകൊണ്ടേ ഇരിക്കണം. പഴയ കൂട്ടുകാരനെ കണ്ടു, താൻ തന്ന ഈ സാധനം കഴിച്ചു, സൂപ്പർ, എവിടെ കിട്ടും? അന്ന് ഞാൻ തന്ന സാമ്പിൾ എനിക്ക് വേണോ? പണമടയ്ക്കണം. പണമടച്ച് ഒടുക്കം മറ്റൊരു ദുരന്തം കൂടി അവന് സംഭവിക്കുന്നു. പ്രതീക്ഷകൾക്കപ്പുറത്ത് വൻതുക അടച്ചെങ്കിലേ ഇനി പറ്റൂ. കഴിഞ്ഞ ദിനങ്ങളിൽ സംഭവിച്ച അനുഭവങ്ങളുടെ വിപരീത ദിശയിലെ അനുഭവങ്ങളെ ഇപ്പോൾ പണ്ടത്തെ ഓർമ്മ കുറയുന്നു. നമ്മുടെ ചിന്താമണ്ഡലത്തെ പണ്ട് ഉദ്ദീപിപ്പിച്ച ഘടകങ്ങൾ തന്നെ നിഷ്പ്രഭമായിക്കൊണ്ട് നിങ്ങളുടെ ചിന്തകളെ മരവിപ്പിക്കുന്നു. ഇത്തരം മാരകമായ മയക്കുമരുന്നുകൾക്ക് അടിമയാകാൻ കുട്ടികൾ പ്രേരിതരായിത്തീരുന്നു. ബുദ്ധി കിട്ടാൻ പിന്നെയും വഴിയുണ്ട്. മരിച്ചുപോയ പൂർവികരുടെ ആത്മാക്കളുമായി സംവദിക്കണം. മരിച്ചവൻ അദൃശ്യമണ്ഡലത്തിൽ ഇരുന്നു കൊണ്ട് നാളെ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ, അതിനകത്ത് എന്തെല്ലാം എഴുതിയെന്ന് ആ ആത്മാവ് നിനക്ക് ഉപദേശിച്ചു തരുമെന്ന് പറഞ്ഞുകൊണ്ട് നിഗൂഢ ലോകത്തിലെ ഇത്തരം ആത്മാക്കൾ ഇടപഴകുന്ന വ്യത്യസ്ത തരത്തിലെ ആധുനിക മന്ത്രവാദ ശക്തികൾ ഇന്ന് സമൂഹത്തിൽ കുട്ടികളെ സ്വാധീനിക്കുന്നു. ജൂതന്മാർക്കിടയിലൊക്കെ ഇത് ശക്തമാണ്. നിഗൂഢ ലോകത്തിലെ ആത്മാക്കൾ നാളെ നടക്കാൻ പോകുന്ന പരീക്ഷയിൽ വരുന്ന ചോദ്യങ്ങൾ അഡ്വാൻസായി പറഞ്ഞു തരും. ഈ പ്രേരണയിൽ ഒടുവിൽ കുട്ടി ആദ്യമൊക്കെ അനുഭവിച്ച ആ ബുദ്ധിമണ്ഡലത്തിൻ്റെ വികാസമൊക്കെ തണുത്തുറഞ്ഞ് അവളിലെ പ്രത്യാശയും പ്രതീക്ഷയും ചൈതന്യവും നഷ്ടപ്പെട്ട് തകർന്നടിയുന്നു. ഇത്തരം പൈശാചിക മണ്ഡലം ഒരിടത്ത് ശക്തിപ്പെടുമ്പോൾ ലാഭമോഹത്തോടുകൂടി സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് വൻതോതിൽ പണമാർജിക്കുന്ന വലിയ എലീറ്റ് ക്ലാസുകൾ സമൂഹത്തിൽ ശക്തിപ്പെടുന്നു. ലോകത്തിൻ്റെ പലയിടങ്ങളിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ചില സ്ഥാപനങ്ങൾ കാണാം. വലിയ സമ്പന്നരാണ്. അവരുടെ ക്യാമ്പസിലേക്ക് നമുക്കൊന്നും പ്രവേശനമില്ല. ആ ക്യാമ്പസിലേക്ക് നിങ്ങൾ കടന്നാൽ നിങ്ങളെ കണ്ടുപിടിക്കും, മാരകമായി ആക്രമിക്കും. നിങ്ങൾക്കതിലെ നിഗൂഢതകൾ ഒന്നും പറഞ്ഞുകൂടാ. പുറത്തു പറയാനാവാത്ത വിധത്തിലെ അധോലോകങ്ങൾ ശക്തിപ്പെടുക. നിങ്ങളൊരു കേസ് കൊണ്ട് കൊടുത്താൽ പോലും അത് കൈകാര്യം ചെയ്യുന്ന ഓഫീസർമാർക്കിടയിലും ഇത്തരം ലോബികളുടെ സ്വാധീനം കാണാം. ഇങ്ങനെയുള്ള പൈശാചികമായ ഒരദൃശ്യ ലോകം ഇന്ന് അതിശക്തം പിടിമുറുക്കുമ്പോൾ മുഴുലോകവും സാത്താന്യ ശക്തിയുടെ ആധിപത്യത്തിന് കീഴ്ക്കിടക്കുമ്പോൾ അതിനെതിരെയുള്ള പോരാട്ടമാണ് ആത്മീയത. ആ പോരാട്ടത്തിന് ത്രാണിയില്ലാത്തവർക്ക് ഇനിയുള്ള കാലത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം സാത്താൻ അവന്റെ തന്ത്രങ്ങളെ ശക്തിപ്പെടുത്തുമ്പോൾ ദൈവജനത്തിനെ ജയിക്കാൻ അത്ഭുതകരമായ വീര്യമുറ്റൊരൗഷധമുണ്ട്. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം. ആ രക്തത്തിന്റെ പരിരക്ഷയെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് ഒരു ദുഷ്ടശക്തിക്കും നമ്മെ ഉന്മൂലനം ചെയ്യുവാൻ സാധിക്കില്ല.
ആ രക്തത്തിൻ്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് ഉലകത്തോട് പറയാൻ ഉള്ള നിയോഗത്തിൻ്റെ പേരാണ് ആത്മീക ശുശ്രൂഷ. അതാ ഭാഷ ആദ്യം പറഞ്ഞു, ചിലർ ഇന്ന് അതിനുവേണ്ടി സന്നദ്ധരാകണമെന്ന്. ശുശ്രൂഷയ്ക്ക് ഇറങ്ങുക, അത് കേവലം പ്രസംഗമോ പാട്ടോ പരസ്യോഗമോ കൺവെൻഷനോ അല്ല. നിഗൂഢമണ്ഡലത്തിലെ അദൃശ്യ ശക്തികളോട് പടവരുതാ. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോടും പടപൊരുതി ക്രൂശന ഉയർത്തുവാൻ, അങ്ങനെ വിജയ കൊടിപാറിക്കുവാൻ ദൈവത്താൽ വിളിക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട ദൈവമക്കളാണ് നമ്മൾ. സ്തോത്രം. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വന്നില്ല. നിങ്ങളുടെ സംശയം അവിടെ തന്നെ കിടക്കുക. ഇനി അതുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കിയേ ബാക്കി കാര്യമുള്ളൂ. മോനെ അല്പോടെ വോളിയം തള്ളണം, ഇത് അടഞ്ഞൊരു സൗണ്ടാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്കാദ്യം ഈ പിശാച് എന്നൊരു പദം ഒന്ന് പഠിക്കണം. പിശാച് എന്ന പദം ബൈബിളിൽ ആദ്യം കാണുന്നത് എവിടെ? നിങ്ങൾക്കൊന്ന് പറയാമോ? ഏത് പുസ്തകത്തിലാണ്? പെട്ടെന്ന് പറയാമല്ലോ, പറഞ്ഞിട്ട്. എവിടെയാ ആ പദം? ഇല്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ പിശാച് എന്നൊരു പദം കാണിച്ചാൽ അതൊക്കെ 10,000 രൂപ ഞാൻ തന്നേക്കാം. പഴയ നിയമം മുഴുവൻ പരതിയാൽ പിശാച് എന്നൊരു പദമില്ല. ആദ്യം കിടക്കുന്ന മത്തായിയുടെ സുവിശേഷം 4:1 അനന്തരം പിശാചിനാൽ പരീക്ഷിക്കേണ്ടതിനെ ശിവനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ഇതാണ് ആദ്യത്തെ പ്രയോഗം. സാത്താനെന്ന് കിടക്കുന്നതും ഉൽപ്പത്തിയിലല്ല, അത് സംഖ്യാപുസ്തകം 24:24 വായിക്കേണ്ട. കാരണം നിങ്ങളിപ്പോൾ അത് വായിച്ചാൽ കിട്ടത്തില്ല. കാരണം നമ്മുടെ മലയാളത്തിലൊന്നുമില്ല, എബ്രായ ഭാഷയിലേ കിടക്കും, അത് ഉള്ളൂ. ദൈവത്തിൻ്റെ ദൂതൻ ഒരു സാത്താനായി നിന്നു, അല്ലെങ്കിൽ പ്രതിയോഗിയായി നിന്നു. നല്ല അർത്ഥത്തിൽ അവിടെ കിടക്കുന്നത്. കാരണം ഈ സാത്താൻ എന്ന പദത്തിൻ്റെ അർത്ഥം തടസ്സം നിൽക്കുന്ന ആൾ. പിശാച് എന്ന പദത്തിൻ്റെ അർത്ഥം അപവാദി. രണ്ടുപേരും അല്ല. ഉൽപ്പത്തിയിൽ അവനെ നമ്മളൊരു പാമ്പായിട്ട് കാണുന്നു. പിന്നീട് അവനെ സാത്താൻ എന്ന് വിളിക്കുന്നു. പുതിയ നിയമം അവനെ അപവാദി എന്നർത്ഥമുള്ള പിശാച് എന്ന് വിളിക്കുന്നു. അപ്പം നമുക്ക് നോക്കാം, എന്താ ഈ പിശാച്? ആരാ? നമ്മളാരും അവനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ പൂർണ്ണ അളവിൽ കണ്ടിട്ടില്ല. അനുഭവമുള്ളവരൊക്കെ ഉണ്ടാവും, ചില ദൃശ്യങ്ങൾ സംഭവിച്ചിട്ടുള്ളവരുണ്ടാകും. പക്ഷേ ഇവൻ്റെ പൂർണ്ണ ശക്തിയിൽ ആരും കണ്ടിട്ടില്ല. പഴയ നിയമം മുഴുവൻ പരതിയാൽ ദുരാത്മാക്കളെ, പിശാചുക്കളെ ശാസിച്ചു വിട്ട ഒരു വചനവുമില്ല. ഒരാളും ഇത്തരം ദുഷ്ടശക്തികളെ പഴയ നിയമത്തിൽ ശാസിച്ചൊഴിവാക്കിയിട്ടില്ല. അതിൻ്റെ ഒരു അപവാദം, ദാവീദ് ശൗലിൻ്റെ അരികിൽ നിന്ന് കിന്നരം വിട്ടുമ്പോൾ അവനിലെ ദുരാത്മാവ് മാറി നിന്നു, വിട്ടുപോകുന്നില്ല, വീണ്ടും പ്രവേശിക്കും. ഒരാശ്വാസം. ഈ ഒരു വചനമൊഴിച്ചാൽ സാത്താന്യ ശക്തികളെ തോൽപ്പിച്ച് അതിനെ പുറത്താക്കുന്ന ഒരു പ്രവണത പഴയ നിയമത്തിൽ ഇവിടെയും ഇല്ല. പക്ഷെ പുതിയ നിയമത്തിലുമുണ്ട്. പുതിയ നിയമത്തിൻ്റെ തുടക്കകാലത്ത് തന്നെ ശിഷ്യന്മാരുടെ അരികിൽ വന്നിട്ട്, യേശുവിൻ്റെ അരികിൽ വന്നിട്ട് ശിഷ്യന്മാർ പറയാണ്, ഗുരു, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. യേശുവിൻ്റെ മറുപടി, ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലല്ല സന്തോഷം വേണ്ടത്, സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതി അതിൽ സന്തോഷിക്കണം. എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്നറിയണ്ടേ? ഭൂതങ്ങൾ, പിശാചുക്കൾ ഒരു പുതിയ നിയമത്തിന് കീഴടങ്ങുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ വചനം പറയുക, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. അപ്പോൾ യേശു വന്നെന്തിനാ? മരണാധികാരിയായ സാത്താൻ്റെ ആധിപത്യത്തെ തകർക്കാൻ. അങ്ങനെ പ്രത്യക്ഷനായ ദൈവപുത്രൻ്റെ സാന്നിധ്യത്തിൽ പിശാചുക്കൾക്ക് നിൽക്കാനാവില്ല. എന്നാലും ഈ പിശാച് ആരെന്നറിയില്ല. പറയാം, പിശാച് എന്നത് ഒരാളല്ല. അതിൻ്റെ പൂർണ്ണചിത്രം എടുത്താൽ 3 ശക്തികൾ പിശാചിൽ അന്തർലീനമാണ്.
ദൈവത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ മൂന്നാളത്തങ്ങൾ അധിവസിക്കും പോലെ മനുഷ്യനിൽ ദേഹം, ദേഹി, ആത്മാവ് പോലെ സാത്താനിലെ ത്രിമാന ഘടകങ്ങളുണ്ട്. അത് വെളിപ്പാട് പുസ്തകം 12-13 അധ്യായങ്ങൾ പറയുന്നുണ്ട്. സ്വർഗത്തിലൊരു മഹാസർപ്പത്തെ ഞാൻ കണ്ടു, ഒരടയാളം. അനന്തരം പറയാണ്, കടലിൽ നിന്നൊരു മൃഗം കയറുന്നത് ഞാൻ കണ്ടു. പിന്നീട് പറയുകയാണ്, കരയിൽ നിന്നൊരു മൃഗം കയറുന്ന കണ്ടു. 3 കാഴ്ചകൾ. ആകാശത്തൊരു മഹാസർപ്പം, കടലിൽ നിന്ന് 7 തലയും 10 കൊമ്പും കൊമ്പുകളിൽ 10 രാജമുടിയുമുള്ള ഒരു ജീവി കിടക്കുന്നത് കണ്ടു. ഒരു മൃഗം. ആ മൃഗത്തിൻ്റെ ഉടല് പുള്ളിപ്പുലിയുടേതും വായ സിംഹത്തിൻ്റെയും കാൽ കരടിയുടേതുമായിരുന്നു. അവനൊരു പേരിട്ട് വിളിക്കാം, മൃഗം. മൃഗമെന്ന് മാത്രം അവനെ തൽക്കാലം വിളിക്കുമ്പോഴും അവനൊരു പരോക്ഷ സൂചകമുണ്ട്, എതിർ ക്രിസ്തു. അക്ഷരാർത്ഥത്തിൽ മൃഗമല്ലത്. ഈ കടൽ വെളിപ്പാട് പുസ്തകം പ്രതികരിക്കുമ്പോൾ പറയുക, നീ കണ്ട വെള്ളം ജാതികളും ഭാഷകളും പുരുഷാരവും അത്രേ. അപ്പൊ ജനസമുദായ കടലിൽ നിന്ന് ഒരേകാധിപതി വരുന്നു. ആകാശത്തൊരു മഹാസർപ്പം, 2 ജനസമുദായ കടലിൽ നിന്ന് ഒരേകാധിപതി വരുന്നു. 3ാമത് കരയിൽ നിന്ന് 2 കൊമ്പുള്ള കുഞ്ഞാടിനെ പോലൊരുവനും വരുന്നു. 3 രൂപങ്ങളെ കാണാം. 1ാമത് കണ്ടു ലൂസിഫർ. ഇവനാ പറഞ്ഞത്, ഞാൻ അത്യുന്നതനോട് സമനാകും. അവൻ ചെയ്യാൻ ശ്രമിച്ചത് പിതാവിന് സമനാകാൻ. 2ാമതൊരാളെ കണ്ടു, കരയിൽ നിന്ന് വന്ന കുഞ്ഞാടിനെ പോലെ കൊമ്പുള്ളവൻ സാക്ഷാൽ യേശുക്രിസ്തുവിനെ അനുകരിക്കാൻ ശ്രമിച്ചു. അവൻ്റെ പേരാണ് ബൈബിൾ ഇട്ടിരിക്കുന്നത് കള്ളപ്രവാചകൻ. 3ാമതൊരാളുണ്ട്, എതിർ ക്രിസ്തു. എതിർ ക്രിസ്തു ക്രിസ്തുവിനെ അനുകരിക്കുമ്പോൾ കുഞ്ഞാടിനുള്ള പോലെ 2 കണ്ണുള്ളവൻ പരിശുദ്ധാത്മാവിനെ അനുകരിക്കുമ്പോൾ ദൈവത്തിന് തുല്യനാകാൻ ശ്രമിച്ച ആ ശക്തിയുടെ 3 രൂപങ്ങളും വെളിപ്പാട് 12-ലുണ്ട്. ഞാനത് വ്യക്തമാക്കി തരാം. നിങ്ങൾ ചിലർക്ക് മനസ്സിലാവുന്നില്ലെന്ന് എനിക്കറിയാം. ശ്രദ്ധയോടിരുന്ന പിടി കിട്ടും, എല്ലാവർക്കും മനസ്സിലാവും. വെളിപ്പാട് 12, ആകാശത്തിനടയാളം കാണായി ഒരു മഹാസർപ്പം ഒരു സ്ത്രീയെ വിഴുങ്ങാൻ ശ്രമിക്കുന്നു. കുഞ്ഞിനെ വിഴുങ്ങാൻ ശ്രമിക്കുന്നു. അതിനടയാളമാണ്. 13-ാം അധ്യായത്തിലേക്ക് കിടക്കുമ്പോൾ കടലിൽ നിന്നൊരു മൃഗം പുറപ്പെട്ടു വരുന്നു. അവന് സിംഹത്തിൻ്റെ വായ്, കരടിയുടെ കാല്, അവന് പുള്ളിപ്പുലിയുടെ ഉടല്, ഒരു സമ്മിശ്ര രൂപം. നമുക്കറിയാം ലോകരാഷ്ട്രങ്ങളുടെയൊക്കെ ചിഹ്നങ്ങൾ പുള്ളിപ്പുലിയോ സിംഹമോ കരടിയോ ഒക്കെയാണ്. ഉദാഹരണം, ബ്രിട്ടൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് ഒരു സിംഹമാണ്. പുള്ളിപ്പുലി ചിഹ്നമായിട്ടുള്ള രാഷ്ട്രങ്ങളുണ്ട്. ഇനി കരടി ചിഹ്നമായിട്ടുള്ള രാഷ്ട്രമാണ് നമ്മുടെ റഷ്യ. വരാനിരിക്കുന്ന ലോക സമുദായത്തിൻ്റെ ഇടയിൽ നിന്ന് വ്യത്യസ്ത രാഷ്ട്രങ്ങൾ പിന്തുണച്ച് ഒരേകാധിപതി ഭരണത്തിലേക്ക് വരും. അവൻ 666 എന്ന മാന്ത്രിക സംഖ്യയിലൂടെ ഉലകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യും. അവന് പിന്തുണ കൊടുത്തുകൊണ്ട് ഭൂമിയിൽ ഒരു മതശക്തി എഴുന്നേറ്റ് വരും. അവനെ വിളിച്ച പേരാണ് കള്ളപ്രവാചകൻ, ഫോൾസ് പ്രോഫറ്റ്. അവൻ പറയുന്നതൊക്കെ നന്മയായിരിക്കും, പക്ഷെ ഇവരെ 2 ഓപ്പറേറ്റ് ചെയ്യുന്ന സ്പിരിറ്റ്, ആത്മാവ് സ്വർഗത്തിൽ കണ്ട ലൂസിഫറിൻ്റെ ആയിരിക്കും. ഈ 3 ശക്തികളും ഒരുമിച്ച് ചേരുന്നതിൻ്റെ പേരാണ് സാത്താൻ. മരണം അവൻ്റെ സവിശേഷതയാണ്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി. നീ ബാക്കി പറഞ്ഞൊക്കെ അങ്ങ് വിട്ടേക്ക്. നമുക്ക് ആ സംശയം ഉണ്ടായതൊക്കെ തൽക്കാലം മാറ്റി വെക്കുക, നമുക്ക് പിന്നെടുക്കാം. സന്തോഷമാണോ? അത്രയും അവിടെ നിൽക്കട്ടെ. ഇനി ചില വാക്യങ്ങൾ വായിച്ചു തരണം. വെളിപ്പാട് 6:1 വായിച്ചാട്ടെ. പെട്ടെന്ന് വായിക്കണം.
കുഞ്ഞാട് മുദ്രകളിൽ നിന്ന് ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഈ വായിക്കുന്നിടത്തെ 4 കുതിരകളെ പഠിക്കണം. ഒരു വെള്ളക്കുതിര, പിന്നെ രണ്ടാമത് കണ്ടത് അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര, ഒരു ചുവന്ന കുതിര. ഇനി വായിക്കാം, വായിച്ചോളൂ. അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. പിന്നെ ഒരു വലിയ വാളും അവന് കിട്ടി. പിന്നെ 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് ഒരിടങ്ങഴി കോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത് എന്ന് 4 ജീവികളുടെ നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. അടുത്തൂടെ വായിച്ചു നിർത്തിക്കോ, മോള് വിഷമിച്ചു പോയി. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന പേർ. തൽക്കാലം അവിടെ നിർത്തും, നമുക്ക് ആ കിട്ടേണ്ട പദം കിട്ടി. അതിന്മീതെ ഒരുത്തണ്ടിരിക്കുന്നു, അവന്റെ പേര് മരണം. പ്രിയപ്പെട്ടവരെ, വെളിപ്പാട് പുസ്തകത്തിൽ പ്രവാചകൻ 4 കുതിരകളെ ദർശിക്കുന്നു. ഇതിനു മുമ്പൊരു സംഭവമുണ്ട്. പ്രവാചകൻ ഒരു സ്വർഗീയ ദർശനം കാണുന്നു. ആ സ്വർഗീയ ദർശനത്തിൽ കാണുന്നത് ദൈവത്തെ ആരാധിക്കുന്ന 4 വ്യത്യസ്ത മുഖങ്ങളോട് കൂടിയ കെരൂബുകളെയാണ്. അതിൽ ഒന്നാമത്തെ കെരൂബിൻ്റെ രൂപം സിംഹമുഖമുള്ളതാണ്. സിംഹമുഖമുള്ള കെരൂബ് അതിങ്ങനെ 6 ചിറകവയ്ക്കുണ്ട്. 2 ചിറക് കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്നു, 2 കൊണ്ട് പാദവും മൂടി നിൽക്കുന്ന സിംഹരൂപിയായ ഒരു കെരൂബ്. രണ്ടാമതൊരു കെരൂബിനെ കണ്ടു. ആ കെരൂബിൻ്റെ പ്രത്യേകത, ആ കെരൂബിന് ഉണ്ടായിരുന്ന മുഖം കാളയുടെ മുഖമാണ്. കാളമുഖമുള്ള 6 ചിറകോട് കൂടിയ ഒരു കെരൂബ് അപ്പുറത്ത്. അതും ഇങ്ങനെ ആർത്ത് ദൈവത്തിന് മഹത്വർപ്പിക്കുക. മൂന്നാമത് കാണുന്നത് മനുഷ്യമുഖമുള്ളൊരു കെരൂബ്. 4-മത് കാണുന്നത് കഴുകൻ്റെ മുഖമുള്ളൊരു കെരൂബ്. ഈ 4 ജീവികളെ കുറിച്ച് ആദ്യം പഠിക്കണം. 1 സിംഹമുഖം, 2 കാളമുഖം, 3 മനുഷ്യമുഖം, 4 കഴുകൻ്റെ മുഖം. നിർദ്ദിഷ്ട പ്രവചനത്തിൻ്റെ ചുരുളുകൾ വായിക്കാം. അർത്ഥം കണ്ടെത്താൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രവാചകൻ നോക്കുമ്പോൾ ദൈവകുഞ്ഞാടായവൻ ഈ പ്രവചന ഗ്രന്ഥത്തിൻ്റെ ചുരുളുകൾ ഭേദിക്കുമ്പോൾ 1-ാം ജീവിയായ സിംഹം വിളിച്ചു, വരിക. ഒരു വെള്ളക്കുതിര പുറപ്പെട്ടു. സിംഹത്തിൻ്റെ വിളി കേട്ടൊരു വെള്ളക്കുതിര പുറപ്പെടുമ്പോൾ വചനം പറയുക, അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അവൻ്റെ കയ്യിലൊരു വില്ലുമുണ്ട്. അവൻ ജയാളിയാണ്. ആ കുതിര ശക്തിപ്പെടുമ്പോൾ 2-മതൊരു മുദ്ര പൊട്ടിക്കുമ്പോൾ വിളിക്കുന്നത് കാളമുഖമുള്ള ജീവിയ വരുന്നത് ഒരു ചുവന്ന കുതിര. ഭൂമിയിൽ നിന്ന് സമാധാനമെടുത്തു കളയത്തക്ക വധം അന്യോന്യം കൊല ചെയ്യുന്ന തീവ്രമായ ഒരു ബോധമാണ് ആ കുതിരപ്പുറത്തിരിക്കുന്നവൻ പ്രകടമാക്കുന്നത്. രക്തച്ചൊരിച്ചിലാണ് കാണുന്നത്. വിളിച്ചത് കാളമുഖമുള്ള ജീവി. 3 മനുഷ്യൻ വിളിക്കുമ്പോൾ വരുന്നത് കറുത്ത ഒരു കുതിര. ആ കറുത്ത കുതിരയുടെ പുറത്തൊരുവരിയ്ക്കുന്ന കയ്യിലൊരു തുലാസ് പിടിച്ചിരിക്കുന്നു. പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, 3 ഇടങ്ങഴി യവം. പക്ഷെ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്. ഭക്ഷണമില്ല. ഭക്ഷ്യക്ഷാമത്തിൻ്റെ, ഇന്ധനക്ഷാമത്തിൻ്റെ, എണ്ണയുടെ കുറവിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥയിൽ കടന്നു പോകുന്ന ഒരവസ്ഥയാണ്. ഇനി 4-മത്തെ കുതിരയാണ് ശ്രദ്ധിക്കേണ്ടത്. 4-മത്തെ കുതിര വിളിക്കുന്നത് ഒരു കഴുകനാണ്. കഴുക മുഖമുള്ള കെരൂബാണ്. അന്ന കുതിരയുടെ നിറം ഈ മോള് വായിച്ചത് മഞ്ഞ എന്നാണ്. ഒരു തിരുത്തുണ്ട്. ഇംഗ്ലീഷ് വായിച്ചാൽ മഞ്ഞയല്ല, പെയിൽ ഗ്രീനാണ്, വിളറിയ പച്ചയാണ്.
വിളറിപ്പോയ പച്ച. ഗ്രീക്കിലും കിടക്കുന്ന ക്ലോറോസ്, പച്ച എന്നാണ്. പച്ച വിളറിയപ്പോൾ മഞ്ഞയായി എന്ന അർത്ഥം കൊണ്ടാകണം മഞ്ഞക്കുതിര എന്നെഴുതിയത്. പ്രശ്നം അതൊന്നുമല്ല. അതിന് മീതെ ഒരുത്തനിരിക്കുന്നു, അവന് മരണമെന്ന് പേർ. ഈ 4 കുതിരകൾ എന്താ? അത് വായിക്കുമ്പോൾ നമുക്ക് യെശയ്യാവിലെ ഉള്ളടക്കം മനസ്സിലാവും. കഴിഞ്ഞ രാത്രി ഇതൊക്കെ പറയാതെ വിട്ടത് വിശാലമായൊരു വിഷയമായതുകൊണ്ടാണ്. ആമുഖത്തിലെത്തി മരണത്തെപ്പറ്റി പറഞ്ഞു പിരിഞ്ഞാൽ പോരല്ലോ, പ്രത്യാശയെപ്പറ്റി വേണം പറഞ്ഞു പിരിയാൻ. എങ്കിലും ഈ ഗൗരവം ദൈവമക്കൾ മനസ്സിലാക്കണം. പറയാം. ബഹുമാനരെ, നമ്മൾ ഇന്നായിരിക്കുന്ന ആധുനിക ലോകം ഇങ്ങനെ കെട്ടിപ്പടുത്തതാര്? ഈ വാർത്താവിനിമയ സംവിധാനങ്ങൾ ഉണ്ടായതെങ്ങനെ? ഈ മികവുറ്റ റോഡുകൾ ഉണ്ടായതെങ്ങനെ? എയർപോർട്ടുകൾ ഉണ്ടായതെങ്ങനെ? വിവരിക്കാനാവാത്ത വിധം ഇന്ന് ലോകം ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ ഉത്തുംഗ ശൃംഗങ്ങളിൽ കടന്നതെങ്ങനെ? ചികിത്സാരംഗം അഭിവൃദ്ധിപ്പെട്ടതെങ്ങനെ? നമുക്കൊരു കാര്യമറിയാം, അതിൻ്റെ ഒക്കെ കാരണം ശാസ്ത്ര വളർച്ചയാണ്. ശാസ്ത്ര വളർച്ചയുടെ അടിസ്ഥാനം എന്താ? ശാസ്ത്ര വളർച്ചയുടെ ആവശ്യകത എന്താ? നമുക്കറിയാം, 1ഉം 2ഉം ലോകമഹായുദ്ധം കഴിയുന്നു. ആ ലോകമഹായുദ്ധത്തിൽ പ്രയോഗിക്കപ്പെട്ട ബോംബുകളുണ്ട്. നാഗസാക്കിയിലും ഹിരോഷിമയിലും ബോംബ് പ്രയോഗിച്ച ശേഷം സമൂഹത്തിന് ചിന്ത ഉരുത്തിരിഞ്ഞു വന്നു. ശാസ്ത്രം മനുഷ്യരാശിയെ രക്ഷിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചതെങ്കിൽ ഇതാ തകർച്ച വരുന്നു. ഈ തകർച്ചയിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ശാസ്ത്രാഭിമുഖ്യം ഗുണപരമായ ഒന്നിലേക്ക് തിരിച്ചു വിടണം. നമ്മുടെ നെഹ്റു അന്ന് ഉപയോഗിച്ചൊരു പദമാണ് സയൻറ്റിഫിക് ടെമ്പർമെൻറ്റ്. ശാസ്ത്രാഭിമുഖ്യം, ശാസ്ത്രവിധേയത്വം, മരുന്നുകളുടെ കണ്ടെത്തൽ, ഭക്ഷ്യവസ്തുക്കളുടെ കണ്ടെത്തൽ, ആരോഗ്യ പരിപാലനത്തിൻ്റെ വഴി, നാഗരികതയെ നശിപ്പിക്കുന്ന ബോംബുകളുടെ നിർമ്മാണമല്ല. ഇതൊക്കെയാണ് വേണ്ടത് എന്ന നിലയിലേക്ക് മാറി ചിന്തിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഗുണഫലമാണ് ലോകത്ത് കാണുന്ന പലതരം മാറ്റങ്ങൾ. ആ മാറ്റങ്ങളിൽ ചിലത് ഞാൻ നിങ്ങളോട് പറയാം. വാക്സിനുകളുടെ കണ്ടെത്തൽ, ആധുനികമായ ഒട്ടേറെ അഭിവൃദ്ധി, നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും നൂതനമായ മൊബൈൽ ഫോണുകൾ, ഇങ്ങനെ ഈ ലോകത്തെ ഒരുക്കിയതാരാണ്? ഈ ശാസ്ത്രരംഗത്ത് ഏറ്റവും കനപ്പെട്ട സംഭാവനകൾ മനുഷ്യരാശിക്ക് കൊടുത്തതാരാണ്? ഞാൻ ഒരു സംവാദ വേദിയിൽ ചെല്ലുന്ന ഘട്ടത്തിൽ നിരീശ്വരന്മാരായ സുഹൃത്തുക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ബൈബിളും അനുബന്ധ ചിന്തകളുമൊന്നും ശാസ്ത്ര സിദ്ധാന്തത്തിന് യോജിച്ചു പോകുന്നതല്ല. നമുക്ക് വേണ്ടത് ശാസ്ത്രപരമായ വിശകലനമാണ്. അതിനുതകാത്തതാണ് നമ്മുടെ ദർശനങ്ങൾ എന്നൊക്കെ പഠിപ്പിച്ച ആ വ്യക്തികളോട് ഞാനൊരു ചോദ്യം തിരിച്ചു ചോദിച്ചു. ഒരു ശാസ്ത്രപ്രതിഭയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം നൊബേൽ പ്രൈസ് ആണെങ്കിൽ, ഇന്നുവരെ ലോകം നേടിയെടുത്ത നോബൽ സമ്മാനങ്ങളുടെ കണക്കെടുത്താൽ 69% നോബൽ പ്രൈസ് വാങ്ങിയത് ഈ ബൈബിൾ വിശ്വസിക്കുന്ന ക്രൈസ്തവനോ യഹൂദനോ ആണ്. ആഡം ക്യൂറിയും മേരി ക്യൂറി, അല്ലെങ്കിൽ പിയറി ക്യൂറി, മേരി ക്യൂറി, മാർക്കോണി, നമ്മളറിയുന്ന മൈക്കൽ ഫാരഡേ, ലോകത്തറിയപ്പെടുന്ന ഇത്തരം സകല വിധത്തിലെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വലിയ കുതിച്ചുചാട്ടത്തിന് ദൈവം ഉപയോഗിച്ച, കാലം ഉപയോഗിച്ച ആളുകളെ നമുക്കിതുണ്ട് ഇങ്ങനെ പറഞ്ഞു തീർക്കാം. പാശ്ചാത്യർ ലോകത്തെ ഭരിച്ചു. ബ്രിട്ടന് പകരം മറ്റേതെങ്കിലും രാജ്യമാണ് ഭരിച്ചതെങ്കിൽ നമ്മൾ പാൻറ്റിടൂല, ഷർട്ടിടൂല, ചുരിദാറിടൂല. നിങ്ങളും ഞാനുമൊക്കെ നിലത്തെഴുതി പഠിച്ചല്ലോ, തറയെന്നും പറയുന്നു, ആയെന്നും ഈയെന്നൊക്കെ എഴുതി പഠിച്ചല്ലോ മണ്ണിട്ട്. ഞാനും നിങ്ങളും എഴുതി പഠിക്കുന്നതിൻ്റെ 1000 വർഷങ്ങൾക്കപ്പുറത്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, അവിടെ കേംബ്രിഡ്ജ് സർവകലാശാല ഉണ്ടായിരുന്നു. ഞാനും നിങ്ങളും കാളവണ്ടി കാണാൻ പോലും കഴിയാത്തൊരു കാലത്ത് ഭൂഗർഭ തുരങ്കമുണ്ടാക്കി അതിന് 300 കൊല്ലം മുമ്പ് ഇതുവഴി ട്രെയിൻ ഓടിച്ചു സായിപ്പ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്തരം ആളുകൾ നമ്മുടെ രാജ്യത്തിലേക്കൊക്കെ പലതരം രാജ്യങ്ങൾ അവർ പിടിച്ചെടുത്തപ്പോൾ അവരുടെ സംസ്കാരം അവിടെ ഇട്ടിട്ട് പോയി. അതൊക്കെ മനുഷ്യൻ കുറേശ്ശെ എടുത്തു. ഇന്ന് അവരുടെ സംസ്കാരത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് വൈദേശിക സംസ്കാരം ഇന്ത്യയിൽ വന്നതാ, ഇന്ത്യയുടെ നാശമെന്നൊക്കെ പറയുന്നവരും ആ ചർച്ചയ്ക്കകത്തൊരു 100 ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കും. ഇല്ലേ, രക്ഷയില്ല. ആശയം കൺവേ ചെയ്യാൻ പറ്റില്ല. അവരുടെ വസ്ത്രധാരണം പഠിക്കുക ആധുനികമാണ്. സൂട്ടും കോട്ടും ഒക്കെ ഇട്ടിരുന്നത് കൊണ്ടാണ് പാശ്ചാത്യരെ കുറ്റം പറയുന്നത്.
ജൂതനെ കുറ്റം പറയുന്നവരെ, അവനെതിരെ കമൻ്റ് ഇടുന്നവരെ, അവൻ കണ്ടുപിടിച്ച മൊബൈലിൽ അവൻ്റെ ഫേസ്ബുക്കിലൂടെയാണ് അവനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാ ഈ പറഞ്ഞേ? ഈ ശാസ്ത്ര സാങ്കേതിക പുരോഗതിക്ക് നമ്മൾ കാണുന്ന ആധുനിക ലോകത്തെ നിർമ്മിച്ചെടുത്തവൻ്റെ പേരാണ് സായിപ്പ്, അല്ലെ ബ്രിട്ടൻ. ഈ ബ്രിട്ടൻ്റെ ചിഹ്നം എന്താണെന്നറിയണ്ടേ? സിംഹം. നിങ്ങൾ ബൈബിളിൽ കണ്ടോ? സിംഹമുഖമുള്ളൊരു ജീവി വിളിച്ചപ്പോൾ വെള്ള നിറമുള്ളൊരു കുതിര വന്നു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അപ്പം നിങ്ങൾക്കൊരു സംശയം, ഈ ജീവി ഒരു സ്വർഗീയ കെരൂബല്ലേ? അതെങ്ങനെ ബ്രിട്ടനെക്കുറിച്ചുള്ളൊരു ചിന്തയെ പ്രതിനിധീകരിക്കും? പറയാം. പ്രിയരേ, ഭൂമിയിൽ നടക്കുന്ന ഏത് കാര്യത്തിലും അത്യുന്നതൻ്റെ കൺട്രോളുണ്ട്, സർവശക്തൻ്റെ നിയന്ത്രണമുണ്ട്. ബൈബിൾ പറയുന്നു, അത്യുന്നതൻ തനിക്ക് ഇഷ്ടമുള്ളവർക്ക് രാജ്യത്വം കൊടുക്കുന്നു. അപ്പം ദൈവം ഒരു കാലത്ത് ബ്രിട്ടനെ ഉപയോഗിച്ചു ലോകത്തെ മാറ്റാൻ. അവൻ ലോകത്തോട് പറഞ്ഞത് സമാധാനമാണ്. ലോകത്തിൽ അവൻ കൊടുത്തതൊക്കെ നന്മയാണ്. പക്ഷെ ആ കൂടെ തന്നെ അവൻ്റെ കയ്യിൽ ആയുധമുണ്ട്. ആ ബ്രിട്ടനിൽ നിന്ന് രൂപപ്പെട്ടതാണ് അമേരിക്ക. ആ ബ്രിട്ടനിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡുമൊക്കെ അങ്ങനെയാണ്. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിലെ ഒന്നാമത്തെ ശക്തി ബുദ്ധിശക്തിയാണെങ്കിലും ആയുധശക്തിയാണെങ്കിലും സാമ്പത്തിക ശക്തിയാണെങ്കിലും അത് ജൂത പാശ്ചാത്യ ശക്തികളുടെ സങ്കലനമാണ് ഒന്നാമത്തെ ശക്തി. ഇനിയാണ് അടുത്തത്. ഈ ശക്തി ലോകത്തെങ്ങനെ നവീകരിച്ച് നിൽക്കവേ അവരെ അമ്പരപ്പിച്ചുകൊണ്ടൊരു രണ്ടാം ശക്തി ലോകത്ത് വന്നു. ആ ശക്തിയാണ് ഒരു കാളമുഖമുള്ള ജീവി വിളിക്കുക, വരിക. കാള എന്തിൻ്റെ പ്രതീകമാണെന്നറിയോ? പണിയെടുക്കുന്നവൻ്റെ പ്രതീകം. വണ്ടി വലിക്കുക, നിലമുഴുക, പണിയെടുക്കുന്ന ആളാണ്. വണ്ടി വലിക്കുക, കലപ്പ തോളിലെന്തി കൊണ്ടുപോവാ. കാള വിളിച്ചപ്പോൾ വന്നത് നല്ല ചുവപ്പ് നിറമുള്ളൊരു കുതിര. അതിന്മീതെ ഒരുത്തനിരിക്കുന്നു, കയ്യിലൊരു വലിയ വാള്. അവനെ അന്യോന്യം സമാധാനമെടുത്തു കളയത്തക്ക വണ്ണം ഒരു അധികാരം ലഭിച്ചു, വലിയ വാളും കിട്ടി. ഈ കാളയുടെ വിളിയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മൾ കേട്ടത് സർവ്വരാജ്യ തൊഴിലാളികളെ വരാൻ. അവൻ കൊണ്ടൊന്നാണ് ഈ ചുവന്ന കുതിര. ഒന്നാം ശക്തി പാശ്ചാത്യമെങ്കിൽ രണ്ടാം ശക്തി റഷ്യ പോലെയുള്ള ശക്തികളാണ്. ക്യാപിറ്റൽ കൺട്രീസാണ് ഒന്നാം ശക്തി എങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളാണ് രണ്ടാം ശക്തി. ഈ രണ്ട് ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനാണ് 1945 ഫസ്റ്റ് വേൾഡ് വാർ അങ്ങോട്ട് കഴിഞ്ഞു. 90 വരെ ലോകം കണ്ടത് ഇവർ തമ്മിലുള്ള യുദ്ധമാണ്. റഷ്യ അമേരിക്ക ആയുധം കൊണ്ടൊന്നുമല്ല, ഒരു യുദ്ധമുണ്ടാകും എന്ന പ്രതീതി വരുത്തിക്കൊണ്ട് അണ്വായുധ പരീക്ഷണം, ആയുധ പരീക്ഷണം, ബഹിരാകാശ യാത്രകൾ, ചന്ദ്രനിലേക്കുള്ള യാത്ര, ഇതൊക്കെ പരസ്പരം മത്സരിച്ച് ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഇതിലെവിടെങ്കിലും കൂടിയേ പറ്റൂ. ഒരു ചേരിയിൽ പെടണം. നമ്മുടെ നെഹ്റു പറഞ്ഞു, ഞങ്ങൾ ഒരു ചേരിയിലും ഇല്ല എന്ന് പറഞ്ഞു. നമ്മളൊരു പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കി, ചേരി ചേരാ നയം, ഒരു പോളിസി ഉണ്ടാക്കി. ഇങ്ങനെ ചേരിയല്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും നെഹ്റു ചേരി ചേർന്നത് രഹസ്യത്തിൽ റഷ്യയുടെ കൂടെയാണ്. എങ്ങനെയാണ്? ഈ രണ്ട് ശക്തികൾ നമ്മുടെ കൺമുമ്പിൽ നിന്നിട്ടൊരു കാഴ്ച കണ്ടു. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ 1990കളിൽ ലോകമൊരു കേൾവി കേട്ടു. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾക്ക് സംഭവിച്ച പതനം, റഷ്യക്ക് സംഭവിച്ച പതനം. ഗ്ലാസ്തനസും പെരിസ്ട്രോയ്ക്കയും പോലെയുള്ള ഗോർബച്ചോവിനെ പോലെയുള്ള നവീന ചിന്തകന്മാരുടെ പരിഷ്കരണം പാളി. രാഷ്ട്രം തകർന്നു. രാഷ്ട്രങ്ങളുടെ അംഗങ്ങളായിരുന്ന സ്റ്റേറ്റുകൾ വിട്ടുപോയി. ആ വിട്ടുപോയുള്ള സ്റ്റേറ്റാണ് ഉക്രൈൻ. ആ ഉക്രൈൻ പണ്ട് റഷ്യയുടെ ഭാഗമാണ്. ആ ഉക്രൈൻ ഇന്ന് പതുക്കെ പാശ്ചാത്യ രാജ്യങ്ങൾ അടുക്കുക. ആ അടുക്കുന്നതിലുള്ള പ്രയാസം കൊണ്ട് അവർ തമ്മിലുള്ള യുദ്ധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ റഷ്യ തകർന്നപ്പോൾ പിന്നെ ലോകത്തൊരു ശക്തി ഉണ്ടായുള്ളൂ, അമേരിക്ക. അമേരിക്ക ഒരു ശക്തിയായി നിൽക്കവേ നമ്മളോർത്ത് ഇവരായിന് ഏകാധിപതി. പക്ഷെ 2000 ആണ്ട് തുടങ്ങുന്നത് അമേരിക്കയുടെ പതനത്തോടാണ്.
അതിശക്തമായ സാമ്പത്തിക ഞെരുക്കം അമേരിക്കയെ പിടികൂടിയിട്ട് അമേരിക്കയുടെ ആ മേധാശക്തി തകർന്നു. തൊട്ടുപിന്നിൽ ചൈന വന്ന് നിൽക്കുക. വലിയ പുരോഗതിയിലേക്ക് ഇത് വന്നുകൊണ്ടിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ ആ രാഷ്ട്രവും തകർന്നു എന്ന് പറയുമ്പോഴും ഇവർ തന്നെയാണ് അല്പം തകർച്ച നേരിട്ടെങ്കിലും ലോകത്തിലെ വൻകിട ശക്തികൾ. പക്ഷേ ഇതിനിടയിൽ ഒരു കാര്യം പഠിക്കണം. ഒന്നാം ലോകത്തിൻ്റെ നിറം വെളുപ്പായിരുന്നു, രണ്ടാം ലോകത്തിൻ്റെ നിറം ചുവപ്പ. മംഗോളിയൻ്റെ മുടി പോലും ചുവപ്പ്, അവൻ്റെ കൊടി ചുവപ്പ്, സംസ്കാരം ചുവപ്പ്. പാശ്ചാത്യൻ്റെ മുടി വെളുപ്പ്, അവൻ്റെ സംസ്കാരം വെളുപ്പ്. അങ്ങനെ ചുവപ്പും വെളുപ്പും തമ്മിലുള്ള ആ ശീതസമരം നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി മൂന്നാംകിട ലോകത്തിലെ ആളുകൾ ശക്തിപ്പെട്ടു വന്നു. പട്ടിണി രാജ്യങ്ങളാണ്, ഇല്ലായ്മക്കാരൻ്റെ രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളുടെ പ്രശ്നം ഇന്ധനമില്ല, ഇറക്കുമതി ചെയ്യണം. ജനസംഖ്യ കൂടുതലാ, അതുകൊണ്ട് ഭക്ഷ്യക്ഷാമം. ആ രാജ്യങ്ങളിൽ മരുന്നും വാക്സിനുകളുമൊക്കെ കുറവാ. ആ മൂന്നാം ലോക രാജ്യങ്ങളുടെ പ്രശ്നം മനുഷ്യാവകാശമാ. മനുഷ്യമുഖമുള്ള ഒരു ജീവി വിളിച്ചപ്പോൾ, ഈ മുദ്ര പൊട്ടിയപ്പോൾ മനുഷ്യമുഖമുള്ള ജീവി വിളിച്ചപ്പോൾ വരുന്നു ഒരു കറുത്ത കുതിര. ആഫ്രിക്ക, എത്യോപ്യ, ലാറ്റിൻ അമേരിക്കയിലെ വിവിധ രാജ്യങ്ങൾ, ഇന്ത്യയും ശ്രീലങ്കയും പാകിസ്ഥാനും പോലെയുള്ള രാജ്യങ്ങൾ, ഇവയെല്ലാം മൂന്നാം ലോക രാജ്യങ്ങളാ. ആ മൂന്നാം ലോക രാജ്യങ്ങൾ പട്ടിണി രാജ്യങ്ങളാ. ആ രാജ്യങ്ങളിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഇന്ധനമില്ല. ആ കുതിരപ്പുറത്തിരിക്കുന്നവൻ കയ്യിലൊരു തുലാസ് പിടിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളവൻ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തുന്നൊരു ശബ്ദം കേൾക്കുന്നു. പണത്തിനൊരിടങ്ങഴി ഗോതമ്പ്, മൂന്നിടങ്ങഴി യവം, അതായത് ആവശ്യത്തിന് മാത്രം ഭക്ഷ്യവസ്തുക്കൾ എന്ന നിലയിലേക്ക് എത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യമൊക്കെ അടുത്ത കാലത്ത് കിട്ടും അതിദരിദ്രരില്ലാത്ത നാട്, നല്ലത്. പക്ഷെ കാലം ഇത്രയും പുരോഗമിച്ചിട്ട് ലോകം എവിടെ വരെ ചെന്നിട്ടും ദാരിദ്ര്യം തുടച്ചു നീക്കാനുള്ള ആ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്ന ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ. നിങ്ങൾ നോർത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ചെല്ലുക, പകലന്തിയോളം പണിയെടുത്താൽ 50 ഉറുപ്പിക കഷ്ടിച്ച് കിട്ടുന്ന നാട്. അനവധി അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. ആ നാട്ടിൽ മിഷണറിമാർ ഇറങ്ങി പ്രവർത്തിച്ച് കലാലയങ്ങൾ രൂപപ്പെടുത്തി, മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പഠിപ്പിച്ച്, വസ്ത്രം ധരിക്കാൻ പഠിപ്പിച്ച്, മാന്യമായി ആഹാരം കഴിക്കാനൊക്കെ പഠിപ്പിച്ച് അവരെ പരിശീലിപ്പിച്ചെടുക്കുമ്പോൾ അവരോട് വെറുപ്പ് തോന്നിക്കൊണ്ട് ഈ മിഷൻ പ്രവർത്തനങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ജാതീയ ശക്തികളും അനവധി മത ചിന്തകന്മാരും ഒക്കെ ശ്രമിക്കുന്നതിന്റെ പിന്നിലെ കാരണം എന്താ? ദാരിദ്ര്യം പോലും തുടച്ചു നീക്കാൻ ഇത്തരം രാഷ്ട്രങ്ങൾക്കാകുന്നില്ല. അപ്പോഴും നമ്മൾ പറയും നമ്മൾ സമ്പന്ന രാജ്യം. അതൊരു കണക്കിന് ശരിയാണ്. ചൈനയും പിന്തള്ളും എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതൊരു കണക്കാണ്. എന്താണെന്നറിയണ്ടേ? എങ്ങനെ നമ്മൾ സമ്പന്നമാകുന്നതെന്ന് അറിയണ്ടേ? അദാനിയുടെ കയ്യിലെ പണവും നിങ്ങളുടെ കയ്യിലെ പണവും അംബാനിയുടെ പണവും എൻ്റെ കയ്യിലെ പണവും എല്ലാം ഒരുമിച്ച് കൂട്ടി നോക്കുമ്പോൾ നമ്മൾ സമ്പന്നരാണ്. നിങ്ങൾക്കറിയണ്ടേ? 2.3% വരുന്ന ബനിയ എന്നൊരു കാസ്റ്റാണ് ഇന്ത്യ മുഴുവൻ പിടിച്ചെടുത്ത് ഭരിക്കുന്നത്. ഇന്ത്യയുടെ മുഴുവൻ സമ്പത്താളുന്ന ആ സമൂഹം ബനിയ എന്നൊരു ഗ്രൂപ്പാണ്. ഗാന്ധിജിയൊക്കെ അതിൽപ്പെട്ട ആളുകളായിരുന്നു. ആ കാസ്റ്റാണ്, ആ കമ്മ്യൂണിറ്റിയാണ്. അതിൽപ്പെട്ട ചിലരുടെ പേര് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പാസ്റ്റർ പറയുന്നത് ശരിയാണ്. ഒരാളുടെ പേരാണ് അംബാനി, ഒരാളുടെ പേരാണ് അദാനി, ഒരാളുടെ പേരാണ് ലക്ഷ്മി മിത്തൽ, ഇനി ഒരാളുടെ പേരാണ് ഞാനും നിങ്ങളൊക്കെ അറിയുന്ന നമ്മുടെ എന്താണ്, നമ്മുടെ പണമൊക്കെ വെട്ടിച്ചിട്ട് വിദേശത്ത് പോയി കഴിയുന്നൊരു കക്ഷിയുണ്ടല്ലോ, വിജയ് മല്യ. ഇവരെല്ലാം 2.3% ആളുകളാണ് ഏറ്റവും വലിയ ഇന്ത്യയിലെ സമ്പന്നർ. അവരുടെ കയ്യിലെ ക്യാഷും ഇന്ന് നിങ്ങൾ സ്വതന്ത്രകാഴ്ചയിട്ട പൈസ എല്ലാം കൂടെ ഒന്നിച്ച് കണക്ക് കൂട്ടിയിട്ടാണ് പറയുന്നത് ഇന്ത്യ സമ്പന്ന രാജ്യമാണ്. പിടിയിട്ടോ? അങ്ങനെയാണ്. അതിനെ മൊത്തത്തിലെടുക്കുന്ന കണക്കില്ല. അപ്പോൾ ഇനിയും വിഷമിക്കാനൊന്നുമില്ല. ഈ മൂന്നാംകിട രാജ്യങ്ങളിലെ സമ്പന്ന രാജ്യം നമ്മൾ തന്നെയാണ്. വലിയ രാജ്യവും സമ്പന്ന രാജ്യവും നമ്മളാണ്. ഈ 3 രാഷ്ട്രങ്ങൾക്കിടയിൽ മറ്റൊരു സംഭവം. ഒരു കഴുകമുഖമുള്ള ജീവി വിളിച്ചു, വാ. വന്ന ആരാന്നറിയണ്ടേ? ഒരു പച്ചക്കുതിര. പച്ച ലോക ഭീകരതയുടെ ചിഹ്നമാണ്. വിമാനം റാഞ്ചുക, ചെറുബാല്യം മുതൽ കുഞ്ഞുങ്ങളെ അവരെ വിദ്വേഷിക്കാൻ പഠിപ്പിക്കുക. അഫ്ഗാനിലൊരു സ്കൂളിൽ ഒരു പിഞ്ചോമന 6-7 വയസ്സുള്ള കുഞ്ഞ് ആഹാരത്തിനൊടി വന്ന് ഈ ടിഫിൻ ബോക്സ് അങ്ങോട്ട് തുറന്നു, പൊട്ടിത്തെറിച്ചു. അത് ടിഫിൻ ബോക്സിൽ
ഒരു അരിമണിത്തുണ്ട് വലിപ്പമുള്ള ബോംബ് കെട്ടിപ്പിച്ചിരിക്കുകയാണ്. ആ കുട്ടി തൽക്ഷണം മരിച്ചു. ആ പരിസരത്തുള്ള അധ്യാപകരും കുട്ടികളുമടക്കം 137 ആളുകൾ ക്ഷീണത്തിൽ വീണ് മരിച്ചു. ആരാം ബോംബ് വെച്ചെന്നറിയണ്ടേ? സ്വന്തം പിതാവ്. എന്തിനാണെന്നറിയണ്ടേ? അയാൾ പഠിച്ച തത്വസംഹിത അനുസരിച്ച് തൻ്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മൾ മരിച്ചാലും കുഴപ്പമില്ല, ആത്മഹത്യ ചെയ്താലും കുഴപ്പമില്ല, പൊട്ടിച്ചാലും കുഴപ്പമില്ല, കുഞ്ഞു സ്വർഗത്തിലെത്തണം. ഇതിനാ ലോകഭീകരത നിലനിൽക്കുന്ന ഇത്തരം രാഷ്ട്രങ്ങളെ അടിച്ചമർത്തി ഒതുക്കിയത് അമേരിക്കൻ ഇടപെടലാണ്. അമേരിക്കയുടെ ചിഹ്നം നമ്മളറിയുന്ന കഴുകനാണ്. അപ്പം ഈ 4 ശക്തികൾ ലോകത്തിങ്ങനെ ചിതറിക്കിടക്കവേ സമാധാനവും ശാന്തിയും നഷ്ടപ്പെട്ട മാനസികാവസ്ഥയിൽ ഇവർ തമ്മിൽ ഏറ്റുമുട്ടാനുള്ള പരിസ്ഥിതി വലുതാ. മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൻ്റെ മുനമ്പത്താ. ഇറാൻ തകർച്ചയുടെ വക്കില. ഇറാഖ് പണ്ടേ തകർന്നു കഴിഞ്ഞു. ഇതാ പാലസ്തീൻ ഇസ്രയേൽ സംഘട്ടനത്തിൽ വലിയ പരാജയത്തിലേക്ക് അവർ കടന്നു പോകുകയാണ്. ഇസ്രയേൽ സൈനിക മേധാവിത്വം വർദ്ധിപ്പിച്ചു വരിക. ഏറ്റവും ഒടുവിൽ വാർത്ത വായിക്കുമ്പോൾ UAE ഒരു പോർട്ടിൽ ഇതാ ഇസ്രയേലിന് സൈനിക താവളം ലഭിച്ചു, ആയുധ പരിശീലനത്തിന് അവസരം ലഭിച്ചു. ഇന്ത്യ പോലെ ജനസംഖ്യ കൂടുതലുള്ള ഒരു രാജ്യമായി ആ രാജ്യം നല്ല ബന്ധത്തിലാണ്. ഒരു ചെറിയ രാജ്യമാണ്, പക്ഷേ ആയുധശക്തിയുടെ മേധാവിത്വം കൊണ്ട് അവർ വളർന്നു വരിക. ആറ്റോമിക ശക്തിയുണ്ട്, ഇന്ത്യക്ക് ആറ്റോമിക് പവർ ഉണ്ട്. ഇതൊക്കെ നാളെ പ്രയോഗിക്കപ്പെട്ടു പോയാൽ നാളെ സംഭവിക്കാണ്ടിരിക്കുന്ന വിപത്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമുക്ക് സമാധാനമുണ്ടാകണമെന്നുള്ള ആ ചർച്ച അതിവേഗം നടക്കുക ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ. ഈ ചർച്ചകൾ മുഴുവൻ ഏകോപിപ്പിച്ച് നയിക്കാൻ പോകുന്ന ഒരേകാധിപതിക്ക് ബൈബിളിട്ടിരിക്കുന്ന പേരാണ് എതിർ ക്രിസ്തു. കാര്യം മനസ്സിലായോ? നാളെ ഒരു അടി നടക്കാതിരിക്കാൻ ഇവൻ വിചാരിച്ചാലേ കഴിയുമെന്ന വിധത്തിൽ ഒരു സൂപ്പർമാൻ രംഗത്ത് വരണം. ഇന്ത്യയായി കാണും, പാകിസ്ഥാനായി കാണും. ആ രാഷ്ട്രങ്ങളിലെല്ലാം ഒരു മര്യാദയുടെ അടിസ്ഥാനത്തിൽ പോകത്തക്ക വിധം സമാധാനമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഏകാധിപതി വരും. പക്ഷെ അവൻ്റെ ഉള്ളിൽ സമാധാനമില്ല. നാളെ ഒരിക്കൽ പ്രയോഗിക്കാനുള്ള അതിരൂക്ഷമായ മതവൈരത്തിൻ്റെ ആയുധം കയ്യിലേന്തിക്കൊണ്ട് കടന്നു വരാൻ പോകുന്ന ഒരു ഏകാധിപതിക്ക് ലോകമൊരുങ്ങുമ്പോൾ ആ ഏകാധിപതിയെ കൺട്രോൾ ചെയ്യുന്ന ആ സ്പിരിറ്റിൻ്റെ പേരാ ലൂസിഫർ. ഇപ്പോൾ കുറേ കൂടെ നിങ്ങൾക്ക് പാതി കാര്യം പിടിറ്റി. അവനെ നമ്മുടെ ഇടയിൽ പരിചയപ്പെടുത്താൻ വരുന്ന ശക്തിയാണ് കള്ളപ്രവാചകൻ. അവൻ വന്നിട്ട് പറയും, ഇവനെ അംഗീകരിച്ചാൽ മതി, ഇവൻ നിങ്ങൾക്ക് സമാധാനം തരും. ജൂതന്മാരോടും ഈ ക്രൈസ്തവരോടും ഒരു ചോദ്യമുണ്ട്. യേശു വരുമെന്ന് പറഞ്ഞ് എന്തിനാ? നിങ്ങൾക്ക് സമാധാനം തരാ. എന്നിട്ട് സമാധാനമാണോ കിട്ടിയത്? എത്ര ആളുകൾ കൊല്ലപ്പെട്ടു, എത്ര മിഷണറിമാർ കൊല്ലപ്പെട്ടു, രക്തച്ചൊരിച്ചിലല്ലേ കണ്ടത്. പക്ഷേ നിങ്ങൾക്ക് യഥാർത്ഥ സമാധാനം ഞാൻ തരും എന്ന് പറഞ്ഞ് യേശുവിനെ പോലെ ഒരേകാധിപതി രംഗപ്രവേശം ചെയ്യും. അതിന് വേണ്ട എല്ലാ വഴികളും ലോകം ഒരുക്കി വെച്ചു കഴിഞ്ഞു. മന്ത്രവാദം, ദുശ്ചിന്തകൾ, സ്വതന്ത്രമായ ചില ജീവിതത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ സങ്കല്പങ്ങൾ ഇവ വളർന്ന് ദൈവത്തെക്കുറിച്ചുള്ള ബോധം മുഴുവൻ മാറിയിട്ട് മനുഷ്യൻ തിന്മയിലേക്ക് പോകുന്ന ഒരു പരിസ്ഥിതി സംജാതമാകും. ഞാൻ അതിന് ഒരു വസ്തു കൂടി പറഞ്ഞ് ഈ വിഷയത്തെ വിശകലനം ചെയ്ത് നിർത്താം. നമ്മുടെ യൂത്ത് ക്യാമ്പിലൊക്കെ ഇന്ന് ഏറ്റവും അധികം കുട്ടികൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എങ്ങനെയാണ് ഈ LGBT സമൂഹങ്ങളോട് ഇടപെടേണ്ടത്? അതിൽ പാസ്റ്റർമാരൊക്കെ ഉത്തരം പറയാറുണ്ട്. ഇവരോട് എങ്ങനെ സമീപിക്കണം? ഇതാണ് ചോദ്യം. ഉത്തരത്തിലേക്ക്, അതിൻ്റെ ഒരു വിഷയത്തിലൊക്കെ വരാം. ഇനി ഇതല്ല വരാൻ പോകുന്നത്, ഇതിലും വലിയൊരു ചോദ്യമാണ്. ഇന്ന് നിങ്ങൾ കുറിച്ചിട്ടോണം, ഞാൻ 10 കൊല്ലം മുമ്പ് 15 കൊല്ലം പറഞ്ഞൊക്കെ വീഡിയോ അതിനകത്ത് കിടപ്പുണ്ട്. അതൊക്കെ നടന്നിട്ടുണ്ട്. ഇതിന്ന് കുറിച്ചിട്ടു, ഈ ഡേറ്റും മറക്കണ്ട. അടുത്ത 10 കൊല്ലത്തിനുള്ളിൽ പുരുഷനും തമ്മിൽ വിവാഹം കഴിക്കാൻ സഭ അനുമതി നൽകണം എന്ന പേരിൽ കോടതിയിൽ ഫൈറ്റ് ചെയ്ത് ഉത്തരവും കൊണ്ട് ഓർഡൈൻഡ് പാസ്റ്റർമാരുടെ മുമ്പിൽ ഇവരിങ്ങനെ വന്ന് നിൽക്കും. സ്ത്രീയുടെയും കല്യാണം പാസ്റ്റർ നടത്തി കൊടുക്കത്തക്ക വിധം, അച്ഛൻ നടത്തി കൊടുക്കത്തക്ക വിധം കോടതിയിൽ പോയി അനുകൂല വിധി സമ്പാദിച്ചുകൊണ്ട് ഇവരിങ്ങ് വരും. എന്താണെന്നറിയേണ്ട കാര്യം പറയാം. ഇത് ബൈബിള് പണ്ടേ പറഞ്ഞു, അന്ത്യകാലം നോഹയുടെ കാലം പോലെ ആകും. സ്വാഭാവിക ബന്ധങ്ങളെ വിട്ടിട്ട് അവലക്ഷണമായ പ്രവൃത്തിക്ക് വേണ്ടി ലോകം ഒരുങ്ങും.
ഇതിന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. 10 കൊല്ലം മുമ്പ് സ്വർഗരതി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നെറ്റി ചുളിച്ചാണ് കേൾക്കുന്നെങ്കിൽ ഇന്നത് സർവ്വസാധാരണമായി. എങ്ങനെ ഇവരകത്ത് കിടക്കുന്ന അറിയണ്ടേ? നമ്മളെ തൊട്ടപ്പുറത്ത് ഇത്തരം ചില ദമ്പതികൾ താമസിക്കാമെന്ന് വിചാരിക്കുക ഫ്ലാറ്റിൽ. നമ്മൾ പറയും അവരായി അവരുടെ പാടായി, നമ്മളെന്തിനാ അവരുടെ സ്വസ്ഥതയിലേക്ക് പോകണം? അത് ശരിയാണ്, നമുക്ക് അവരുടെ സ്വസ്ഥതയിൽ കയറേണ്ട കാര്യമൊന്നുമില്ല, അവരെ പരിഹസിക്കേണ്ട ആവശ്യമില്ല. അത് അവരുടെ ഫ്രീഡം, രാജ്യം കൊടുക്കുന്ന അനുമതി അവർക്ക്. ലെജിസ്ലേറ്റ് ചെയ്ത നിയമമുള്ള രാജ്യമാണ് ഇന്ത്യ, അവർക്ക് ജീവിക്കാം. നിങ്ങളാര് അവരുടെ സ്വസ്ഥതയിൽ പോയി പ്രവേശിക്കാൻ? പക്ഷെ നിങ്ങൾ അവരുമായി ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുക, അവരെ കണ്ടിട്ട് നിങ്ങളെ കണ്ടിട്ട് എവിടെ പോവാ? ഞങ്ങളുടെ ഒരു കൺവെൻഷൻ നടക്കുക, ഞങ്ങളുടെ ഒന്ന് വരട്ടെ, വാ. അവരിവിടെ വന്നു. ഇവിടെ വന്നിരുന്നിരുന്നിരുന്ന് അടുത്ത ആഴ്ച ചർച്ചിലൊന്ന് വരട്ടെ. നിങ്ങൾ പാസ്വേഡ് വയ്ക്കും, ചർച്ചിൽ വരട്ടെ. പാസ്സൊന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ കമ്മിറ്റി അംഗങ്ങൾ പറയും, ചെല്ലു പറയും, വേണ്ട വേണ്ട വേണ്ട. ചില ആൾ പറയും അങ്ങനല്ല, അവർ വന്നിരിക്കട്ടെ, അത് കേട്ടിട്ട് വേണമല്ലോ, പാപബോധമൊക്കെ വരുമല്ലോ. അവർ വന്നിരുന്നു. പഠിച്ചും ഗ്രഹിച്ചും കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ യൂത്തിൻ്റെ മത്സരം വരുന്നു. അപ്പോൾ അതിലൊരാൾ ഗിറ്റാർ വായിക്കും, ഒരാൾ പാടും. അപ്പോൾ 1ാം സ്ഥാനം വാങ്ങാനുള്ള വ്യഗ്രതയിൽ നമ്മൾ ഇവരെയും കൊണ്ടാണ് പോയത്. ഈ ഒരു കാര്യമൊഴിച്ചാൽ ഇവർ നല്ല മനുഷ്യരാണ്. അങ്ങനെ അവിടെ ഇരുന്ന ആൾ ക്രമേണ വന്ന് നമ്മുടെ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ആളായും പ്രസംഗകനായും ഒക്കെ മാറാൻ 10 കൊല്ലം മതിയെന്ന് ഞാൻ ഇന്ന് രാത്രി അഡ്വാൻസായിട്ട് പറയുന്നു. പിടികിട്ടിയോ? നമ്മളൊക്കെ 10 കൊല്ലം കഴിഞ്ഞ് ജീവിച്ചിരുന്നാൽ ഇത് കാണാൻ മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്തേക്ക് പതുക്കെ വരും. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നു. എതിർക്കുന്നവരോ ചെറുക്കുന്നവരോ അപരിഷ്കൃതരായി കാണപ്പെടും. അവർ ശിക്ഷിക്കപ്പെടും. അവരെ കോടതി ശിക്ഷിക്കും, സർക്കാരുകൾ ശിക്ഷിക്കും, അവരുടെ സ്വാതന്ത്ര്യമാണെന്ന് പറയും. അതൊരു വശത്ത് നടക്കുമ്പോൾ ഏറ്റുമുട്ടൽ കലാപങ്ങൾ മറുവശത്ത്. ഇതിനെ പരിഹരിക്കാൻ കഴിയുന്ന ആ ഏകാധിപതി പാപത്തിൻ്റെ സാർവത്രിക ശക്തിയോടുകൂടി ഇടപഴകിക്കൊണ്ട് നമ്മുടെ രാഷ്ട്രസങ്കല്പങ്ങളെ, ജീവിത സങ്കല്പങ്ങളെ, പാരമ്പര്യ മൂല്യങ്ങളെ മുഴുവൻ തകർത്ത് കളയും. ഈ പരിസ്ഥിതിയും പ്രവണതയും സംജാതമാകും. നിങ്ങൾ വിഷമിക്കണ്ട. ഈ പരിസ്ഥിതികളുടെ മൂർധന്യഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന സാക്ഷാൽ ലോകത്തിൻ്റെ വെളിച്ചമായവൻ്റെ ഇടപെടൽ സംഭവിക്കും. ആ ഇടപെടൽ അന്തിമ യുദ്ധത്തിന് വഴിവെക്കും. ആ ഏറ്റുമുട്ടൽ ഒരു ധാർമ്മിക യുദ്ധമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവോട് ബന്ധപ്പെട്ട്, തിരുസഭയ്ക്കൊരുക്കുന്ന മനോഹാരിതയോട് ബന്ധപ്പെട്ട്, മരണത്തിനെന്നേക്കും ആ മരണവിധിയെ റദ്ദ് ചെയ്ത് മനുഷ്യരാശിക്ക് നിത്യത നൽകുന്നവരോട് ബന്ധപ്പെട്ട് ആദ്യം ചെയ്യുന്ന പ്രവൃത്തി, എതിർ ക്രിസ്തു എന്ന് പറയുന്നവനെയും അവൻ്റെ കൂടൊരു കക്ഷിയുണ്ട്, അവൻ്റെ പേരാണ് കള്ളപ്രവാചകൻ. ഇതൊരു വലിയ സംഘമാണ്. ഇവരുടെ കൂടെ ആളുണ്ട്. ഇവരെ പിടിച്ചു കെട്ടി ലേക്ക് ഓഫ് ഫയർ, തീപ്പൊയ്കയിൽ തള്ളുവന്നു. സ്വസ്ഥമായല്ലേ? സന്തോഷമായില്ലേ? ആൻ പോയി. പക്ഷെ വേറൊരുത്തനെ തീപ്പൊയ്കയിൽ തള്ളുകയല്ല. ആരാന്നറിയണ്ടേ? ലൂസിഫർ എന്നൊരുത്തനില്ലേ, അവനെ പിടിച്ചു കെട്ടി 1000 ആണ്ടയ്ക്ക് ഒന്ന് ലോക്ക് ചെയ്യും. 1000 ആണ്ടയ്ക്ക് അവനെ ബന്ധിച്ചൊതുക്കും. അപ്പം നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്നറിയണ്ടേ? എതിർക്രിസ്തുവും കള്ളപ്രവാചകനും ലേക്ക് ഓഫ് ഫയർ, തീപ്പൊയ്കയിൽ ഒരു വലിയ സൈന്യവുമായി കിടക്കുക. ഇവൻ നമ്മുടെ ഇടയിലില്ല. നമ്മ മുഴുവൻ തകർക്കാൻ വന്നവനെ ചങ്ങലയിൽ ബന്ധിച്ചു. ചങ്ങല ആത്മീയ അർത്ഥത്തിലട്ടോ, ബന്ധനസ്ഥനാക്കി, പാതാളത്തിൽ ബന്ധനസ്ഥനാക്കിയിട്ടും. എന്നിട്ട് പിശാചില്ലാത്ത, ലൂസിഫർ ഇല്ലാത്ത, എതിർക്രിസ്തുവില്ലാത്ത ഒരു ലോകം നമുക്ക് തരും ഈ ഭൂമിയിലാണ്. അതിൻ്റെ പേരാണ് മില്ലേനിയം, അഥവാ 1000 ആണ്ട് വാഴ്ച. ജയമെടുത്തവർ 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാഴും. ഏതെന്റെ മനോഹാരിതയിൽ നഷ്ടപ്പെട്ടു പോയ ജീവിതം മനുഷ്യരാശിക്ക് തിരിച്ചു കിട്ടും. ഏതനിലെ ആ മനോഹര ജീവിതത്തിൽ 2-3 തരം ആളുകളുണ്ട്. തേജസ്കരിക്കപ്പെട്ട് ക്രിസ്തുവിനോടുകൂടെ തിരുസഭ,
ആ കാലത്ത് രക്ഷിക്കപ്പെട്ട സാധാരണ മനുഷ്യർ, ജൂതന്മാർ. ഇവരുടെ നേച്ചർ രണ്ടാ. പുനരുദ്ധാന ശരീരികളായി തേജസ്കരിക്കപ്പെട്ട യേശുവിൻ്റെ അനുഗാമികൾ പുരുഷനോ സ്ത്രീയോ എന്ന ഭാവത്തിലല്ല, ദൂതതുല്യരാകും. അവർ വിവാഹത്തിന് കൊടുക്കുന്നില്ല, വാങ്ങുന്നില്ല, ദൂതതുല്യര്. മറ്റൊരു കൂട്ടരുണ്ട്, അവർ വിവാഹിതരാ. കാരണം അവർ സന്താനപുഷ്ടിയുള്ളവരായി വർദ്ധിച്ചു പെരുകുമെന്ന ഉൽപ്പത്തിയിലെ വചനം നിവൃത്തീകരിച്ചുകൊണ്ട് 1000 ആണ്ട് വാഴ്ചയിൽ ശിശു 100 വയസ്സുള്ളവനായി മരിക്കും. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും വൈരാഗ്യമുള്ള ജീവജാലങ്ങൾ പോലും ആ വൈരാഗ്യത്തിൻ്റെ പാപരഹിതമായ ഒരു ലോകത്തിലേക്ക് കടന്നു പോകും. ഏറ്റുമുട്ടലില്ലാത്ത, രക്തച്ചൊരിച്ചിലില്ലാത്ത മനോഹരമായ ഒരു ലോകത്തിൻ്റെ പേര് ഏദൻ. അന്ന് നഷ്ടപ്പെട്ട ഏദന്യ ഭൂമി തിരിച്ചു കിട്ടും. പെറ്റി പെരുകി സന്താനപുഷ്ടിയുള്ളവരായി വളരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു അക്ഷരാർത്ഥത്തിൽ യെരൂശലേം കേന്ദ്രീകരിച്ചൊരു രാജാവായി 1000 ആണ്ട് വസിക്കും. അവനോട് കൂടെ തൻ്റെ കാന്തയും. അതുകൂടാതെ ചെറിയ ചെറിയ രാജ്യങ്ങളായി ഭൂമിയെ വിഭജിച്ച് സാമന്തന്മാരെ വാഴിച്ച് അവരും ഇങ്ങനെ ഭരിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ അന്ത്യം തീർന്നില്ല. ചങ്ങലയിൽ ബന്ധനസ്ഥനായ ലൂസിഫർ എന്നവനെ 1000 ആണ്ട് കഴിഞ്ഞഴിച്ചു വിടും. അവനന്ന് പുറത്തു വന്നു. ബൈബിളിൻ്റെ ചിന്ത എങ്ങനെയാണ് സുഹൃത്തുക്കളെ? അവൻ്റെ പണി ചെയ്യും. ഈ രാജാക്കന്മാരായി സാമന്തന്മാരായി ഭരിക്കുന്ന ആളുകളെ ചെന്ന് സ്വാധീനിച്ചിട്ട് പറയും, നിങ്ങൾ ഇത്ര നാളും യേശുവിൻ്റെ കൺട്രോളിന് കീഴിലായിരുന്നു, ഇനി ഇതൊന്ന് മാറണ്ടേ, പ്രമോഷൻ വേണ്ടേ, മുന്നോട്ട് പോകണ്ടേ? അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഇനി യേശുവില്ലെങ്കിലും ഇതൊന്നുമില്ലെങ്കിലും ഭരിക്കണം. ആ കെട്ടുകളെ പൊട്ടിക്കണം, ആ കയറുകൾ പൊട്ടിച്ചിട്ട് നിങ്ങളൊന്ന് സ്വതന്ത്രരാകണം. മനോഹരമാ ഭാഷ, മനോഹരമാ സംഭാഷണം. ഇത് കണ്ടാ ദാവീദ് 2-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നു. ദൈവത്തിൻ്റെ അധിപതിക്കെതിരെ കലഹിച്ചുകൊണ്ട് ഒരു വലിയ സേനയെ ഒരുക്കി യേശുവിനെതിരെ അന്തിമ യുദ്ധത്തിന് ലൂസിഫർ അടുത്ത് വരും. ഇത് കണ്ട് കൂടെ രാജാക്കന്മാർ ഇത്തരമുണ്ട്. പിതാവ് പറയാ, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്ക. ജയാളിയായി ദൈവത്തിൻ്റെ പുത്രനെ അവതരിപ്പിക്കാൻ പിതാവ് ന്യായവിധി സ്വയം ഏറ്റെടുത്തിട്ട് ലൂസിഫർ എന്നവനെ പിടിച്ചു കെട്ടി ഗന്ധക തീപ്പൊയ്കയിൽ തള്ളും. 1000 ആണ്ട് മുന്നമേ അവിടെ 2 പേര് പോയിട്ടുണ്ട്, അവൻ്റെ ആളുകളും. സ്വർഗത്തിലൊരു യുദ്ധം കണ്ടു. ലൂസിഫർ ഈ മഹാസർപ്പത്തെ വേട്ടി എന്തു ചെയ്യും? ഇവൻ ചെന്ന് പതിക്കുന്ന പതനസ്ഥാനത്തിൻ്റെ പേരാണ് തീപ്പൊയ്ക, ഗഹന്ന, അല്ലെങ്കിൽ നരകം. നിത്യദണ്ഡനത്തിൻ്റെ തീപ്പൊയ്യിലേക്ക് അവൻ ചെന്ന് പതിക്കുന്ന, വരാനിരിക്കുന്ന ആ സമയത്ത് മാത്രമാണ് യെശയ്യാ പ്രവചിച്ച പ്രവചനം നിവൃത്തിയാകുന്നത്. മനസ്സിലായോ? ഇനി നിങ്ങൾ ആ വചനം ഒന്ന് ചിന്തിച്ച്, അരുണോദയപുത്രനായ ശുക്രാ നീ വെട്ടേറ്റ് നിലത്ത് വീണതെങ്ങനെ? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ. ഇവരേത് ജാതിയെ താഴ്ത്തിയെന്നറിയണ്ടേ? പ്രപഞ്ചമുണ്ടായ അന്നു മുതൽ ഇന്നു വരെ മാനവരാശി മുഴുവൻ താഴ്ത്തിക്കളയാൻ ശ്രമിച്ച് അതിലെ പട്ടണങ്ങളെ ഇടിച്ച് ഉന്മൂലനം വരുത്താൻ ശ്രമിച്ചവനെ അടുത്തൊരു കുട്ടി ചോദിക്കുക, നീ ഞങ്ങൾക്ക് തുല്യനായോ? ആരായി ഞങ്ങളെന്നറിയണ്ടേ? ഇവനേക്കാൾ 1000 ആണ്ട് മുമ്പ് ഈ കുഴിക്കകത്ത് കിടക്കുന്ന മൃഗവും കള്ളപ്രവാചകനും അവരോർത്തു, നീയെങ്കിലും രക്ഷപ്പെട്ടു ഞങ്ങൾ ഈ കിടപ്പ് കിടക്കുമ്പോൾ. പക്ഷെ ഇന്ന് മനസ്സിലാകുന്നു, നീ ഞങ്ങൾക്ക് തുല്യനായോ? ചുരുക്കി പറഞ്ഞാൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം ലൂസിഫറിനെ കുറിച്ച് പ്രവചിച്ചത് കഴിഞ്ഞ പ്രവചനമല്ല, നടക്കാനിരിക്കുന്ന പ്രവചനമാണ്. മനസ്സിലായില്ലേ? നമുക്കൊക്കെ പിടിയിട്ടോ? കുഞ്ഞ് ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് നിർത്തിയേക്കാം. വായിക്കണം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 14-ാമത് വാക്യം വായിച്ചാട്ട്. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. 2 പേരെ ഒരുമിച്ച്. മരണാധികാരിയെയും അവൻ്റെ ശക്തിയെയും തീപ്പൊയ്കയിൽ തള്ളി.
ഈ തീപ്പൊയ്ക ആ. രണ്ടാമത്തെ മരണം. കേൾക്ക്. ഒരു മരണം നമുക്കെല്ലാം വിധിച്ചിട്ടുണ്ട്, നമുക്കെല്ലാം ഉണ്ട്. അതിലൊരു ഒഴിവുള്ളതാണ് കർത്താവിൻ്റെ വരവിൽ ജീവനോടെ ശേഷിക്കുന്നവർക്കൊരു രൂപാന്തരം. നമ്മുടെ മരണശേഷമാ ആ വരവെങ്കിൽ നമ്മളെന്ത് ചെയ്യും? മരിച്ചവർ അക്ഷരാട്ടുയർക്കും. എന്നാൽ ക്രിസ്തുവിൽ മരിച്ചില്ല എങ്കിൽ അവൻ കൈവിടപ്പെടുമെന്ന് ഈ വിശുദ്ധ ലിഖിതം കർശനമായി പറയുന്നു. അതുകൊണ്ട് ഈ 4 രാത്രികളിലെ സുവിശേഷ ഘോഷണത്തിൻ്റെ ലക്ഷ്യം രണ്ടാം മരണത്തിൽ ഓഹരിക്കാരാകാതിരിക്കാൻ നിങ്ങൾ രണ്ടാമത് ജനിക്കണം. അതെങ്ങനെ ജനിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ രക്തത്താൽ ജനിക്കണം, ആത്മാവിനാൽ ജനിക്കണം, ദൈവവചനത്താൽ ജനിക്കണം. നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കാൻ കഴിയുകയില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു. വീണ്ടും ജനനത്തിൻ്റെ മനോഹാരിതയിൽ ആ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയോടെ നമുക്ക് യേശുവിനെ എതിർപ്പെടാൻ കഴിയുകയോ ജീവനോടെ ശേഷിക്കുമ്പോൾ രൂപാന്തരപ്പെടാൻ കഴിയുകയോ ചെയ്യണം. അതിന് വേണ്ടിയുള്ള ആ ജയത്തിൻ ജീവിതത്തിൻ്റെ പേരാണ് ക്രിസ്തീയ ജീവിതം. ആ ക്രിസ്തീയ ജീവിതം നാളുകൾക്കപ്പുറത്ത് കരഗതമാക്കിയവൻ ആ ജീവിതത്തിൻ്റെ മനോഹാരിത ലോകത്തോട് വിളംബരം ചെയ്യുന്ന അനുഭവമാണ് സുവിശേഷ ഘോഷണം. ആ സുവിശേഷ ഘോഷണത്തിൻ്റെ സമാപന രാത്രിയിൽ ഞാനും നിങ്ങളും ഇത് പര്യവസാനിപ്പിക്കുമ്പോൾ ലോകത്തോട് ആ സുവിശേഷത്തിൻ്റെ സംക്ഷിപ്തം നമുക്ക് വീണ്ടും ആവർത്തിക്കാം. മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. സഹോദരീ, മരണത്തെയും പാതാളത്തെയും തള്ളി തീപ്പൊയ്യിൽ തള്ളിയിടുമ്പോൾ ഭക്തൻ്റെ ലോകം 1000 ആണ്ട് വാഴ്ചകൊണ്ട് തീരില്ല. അവന് ദൈവമൊരുക്കി ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി. ആ പുതുവാന ഭൂമിക്ക് ഒരു തലസ്ഥാന നഗരി പോലെ ഒരു ക്യാപിറ്റൽ സിറ്റി പണി കഴിപ്പിച്ചു. അതിൻ്റെ പേരാണ് പുതിയ യെരൂശലേം. ആ മനോഹാരിതയിൽ കാന്തനെ കാണുവാൻ, കാന്തനൊപ്പം കടന്നു പോകാൻ തൻ്റെ ജനത്തിനൊരുക്കിയിരിക്കുന്ന മനോഹര അനുഭവങ്ങൾ ഇന്ന് രാത്രി പ്രാപിച്ചെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം മരണം അത് യാഥാർത്ഥ്യമാണ്, സമയം നിശ്ചയമല്ല. ജീവനോടെ ശേഷിക്കുന്ന ഈ ഘട്ടത്തിൽ ആ നിത്യത കരഗതമാക്കാനുള്ള ആത്മസമർപ്പണമില്ലെങ്കിൽ കൈവിടപ്പെടാതിരിക്കാൻ, സാത്താൻ ശക്തികളുടെ ആധിപത്യത്തിന് കീഴിൽ തകർന്നു പോകാതിരിക്കാൻ ജയമെടുത്ത ദൈവകുഞ്ഞാടിനൊപ്പം നമുക്ക് കടന്നു പോകണം. ആ ആത്യന്തികമായ അനുഭവം സാർത്ഥകമാക്കണം. അതിനുവേണ്ടി ഈ രാത്രി നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ കൺവെൻഷൻ തീരുമ്പോൾ ഒരു ചോദ്യം ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നു. ഇന്നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീ കരുതിയിട്ടുണ്ടോ? ഓർമ്മപ്പെടുത്തി. ആ സമാധാനം ആലയത്തിൽ പോകുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ മാത്രം കിട്ടുന്നതല്ല. ഇനിയുള്ളൊരു കാലം ക്രൂശിനുയർത്തുവാൻ, ക്രൂശിനു വേണ്ടി നിവരെ നിൽക്കുവാൻ, യേശുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം പറയാൻ കർത്താവിന് ആവശ്യമുണ്ട്. ചില ധീരഭടന്മാരെ, യേശുവിന് വേണ്ടി ജ്വലിച്ച് ശോഭിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ കർത്താവിന് ആവശ്യമുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ സമർപ്പണത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ചിന്തയുടെ പ്രകാശനമാണ് ഈ സുവിശേഷ ഘോഷണം. ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഞങ്ങളൊക്കെ സുവിശേഷം പറയുന്നതിനാ ആത്മാക്കൾ, ജനം രക്ഷിക്കപ്പെടണം. പകലുള്ളത്തോളം അയച്ചവൻ്റെ വേല ചെയ്യണം. ഈ വേല ചെയ്യാൻ അധികം ആളുകളെ കിട്ടാതെ വരുന്ന ഈ കാലത്ത് പ്രിയ ദൈവത്തിൻ്റെ ജനമേ, യേശുവിനെ അംഗീകരിക്കാനും പ്രസംഗിക്കാനും നിങ്ങളും നിങ്ങളുടെ തലമുറയും തയ്യാറെടുക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു കരുതൽ, അത് ശ്രേഷ്ഠം. ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പണ്ട് യെരൂശലേമിൽ അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ വരുന്ന ആ നാട്ടിലല്ല ജനങ്ങൾക്കൊരു ധാരണയുണ്ട്. ഏറ്റവും മ്ലേച്ഛവും മോശവും ഭീകരവുമായ മരണമാണ് ക്രൂശ് മരണം. തീർച്ചയായിട്ടും അത് ഭീകരമാണ്. ആ മരണം തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ആ മരണം വിധിയിട്ടാൽ പോലും ആൾക്ക് ഭയമാണ്. ആ മരണത്തിൻ്റെ ഭീകരത, മരിച്ചു കഴിഞ്ഞാലും ഈ ശവശരീരം കുത്തിത്തുളയ്ക്കും, ആ ശവശരീരം ആക്ഷേപിക്കപ്പെടും. ക്രൂശിക്കുന്ന എവിടാന്നറിയണ്ടേ? ഇത്തരം പെരുവഴിയുടെ ഓരത്താ, വഴിയോരത്താ ക്രൂശിക്കുന്നത്. ഞാൻ ഈ ക്രൂശ് മരണത്തെപ്പറ്റി പറഞ്ഞ് ഒത്തിരി വീഡിയോകൾ കിടപ്പുണ്ട്. നമ്മൾ പടത്തിൽ കണ്ട് പരിചയപ്പിച്ച പോലെ എളുപ്പമല്ലത്. കൈ വെള്ളയിലല്ല അണിയടിക്കുന്നത്, ഈ കൈയുടെ ഈ ഭാഗത്താണ്. എന്തിനാ ഇവിടെ അടിക്കുന്നറിയണ്ടേ? അത് റോമിലെ നിയമമാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനെ
അപ്പോത്തിക്കരി എന്നറിയപ്പെടുന്ന വൈദ്യൻ വരും. ഈ നാഡീ ഞരമ്പുകൾ പിടിക്കും. എന്നിട്ട് ആണിയടിച്ചിറക്കേണ്ട ഇടത്ത് ഒരു പാടിടും, ഒരു ചെറിയ കറുത്ത മഷിയുടെ അടയാളം. കയ്യിലും കാലിലുമെല്ലാം അത് ഇട്ടിട്ട് ചതുര വടിവുള്ള ആണി, അഗ്രം നല്ല മൂർച്ചയുള്ളതാ, ഒരു ഭാഗം ഉരുണ്ടിരിക്കും. 3 ആരാച്ചർമാർ ഒരുമിച്ച് ചേർന്ന് അത് കൈകളിൽ പിടിച്ചിട്ട് ഈ ക്രൂശോട് ചേർത്ത് ക്രൂശിതനെ ക്രൂശിക്കാൻ നിയോഗിച്ചവന്റെ കൈകാലികൾ വലിച്ചു പിടിച്ച ശേഷം കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. നസ്രായനായ യേശു എന്ന താങ്കൾ നിത്യജീവനെക്കുറിച്ച് പ്രസംഗിച്ചു, നീയാണ് വഴിയെന്നും സത്യവും ജീവനെന്നും പ്രസംഗിച്ചു, മറ്റാരിലൂടെയും അല്ല രക്ഷയെന്ന് പറഞ്ഞു. ഇത്യാദി കുറ്റങ്ങൾ റോമൻ ഭരണകൂടത്തിന് വിരുദ്ധമായതുകൊണ്ട് പലയാവർത്തി പ്രസംഗം നിർത്താൻ നിന്നോട് പറഞ്ഞിട്ടും അതൊന്നും കേട്ടില്ല. നീ ആളുകളെ തന്റെ പിന്നിൽ അണിനിരത്തിക്കൊണ്ട് ഒരു രാജ്യം നിനക്കുണ്ടെന്ന് പറഞ്ഞു. ഇക്കാരണത്താൽ റോമൻ ഭരണകൂടം നിനക്കിട്ട ശിക്ഷ ഇതിനാൽ നടപ്പിലാക്കിക്കൊള്ളുന്നു എന്ന് പറഞ്ഞ് യാണി കുത്തി തുളച്ചു കയറ്റുക. രക്തം വാർന്ന് പോയി കഴിയുമ്പോൾ ഈ ആണി 3 പേരും ഒരേ സമയത്തൊന്ന് തിരിക്കും. ചതുര വടിവാണല്ലോ, ആ സ്റ്റെമ്മ് ചതുരവാ. ഈ ഞരമ്പുകളെല്ലാം സ്ട്രക്കാകും. പിന്നെ രക്തം പുറത്തു വരില്ല. ഞരമ്പെല്ലാം അങ്ങനെ ഒട്ടിപ്പിണഞ്ഞിരിക്കുക കൊണ്ട് അവശേഷിച്ച് ശരീരത്തിൽ രക്തമുണ്ടെങ്കിലും രക്തസംക്രമണമില്ല. കണ്ണിലേക്ക് ഇരുട്ട് കയറുന്നു. അതിമാരകമാണ് അവസ്ഥ. ഇനി ശരീരത്തിന് വേണ്ടത്ര ഓക്സിജൻ കിട്ടാത്തത് കൊണ്ട് കാർബൺ ഡയോക്സൈഡ് വൻതോതിൽ ശരീരത്തിൽ ശേഖരിക്കപ്പെടും. അർത്ഥനഗ്നനായി ഈ ക്രൂശിൽ ആളിനെ കണ്ടും കുറ്റസംഗതി എഴുതി മോളിൽ കെട്ടിത്തൂക്കും. എന്നാൽ അതിനു മുമ്പൊരു കാര്യമുള്ളത്, ഈ മരക്കുരിശ് ചുമക്കണം. അതും നമ്മൾ ഈ കണ്ടു പരിചയിച്ച പോലല്ല. ഈ തടി ടീ ആകൃതിയിൽ അതുപോലെ എടുത്തുകൊണ്ടൊന്നും പോകില്ല. കഷ്ടാനുഭവിച്ച് കാണും പോലെ അങ്ങനൊന്നും ഒരുത്തിന് ചുമക്കാൻ പറ്റില്ല. ഒരുവനെ തൂക്കുന്ന മരമാണ്. അതും നമ്മൾ കാണുന്ന പോലെ പണി കഴിപ്പിച്ച് ചതുരമാക്കിയ തടിയല്ല, ഉരുണ്ട തടി തന്നെയാണ്. അതിൻ്റെ ഗ്രീക്ക് വേർഡ് സ്റ്റൗറോ, ദണ്ഡന തടി എന്നാണ് എൻ്റെ പേര്. ഈ തടിക്ക് കുത്തനെ ഒരു ഭാഗമുണ്ട്, വിലങ്ങനെ ഒരു ഭാഗമുണ്ട്. ആ വിലങ്ങനെയുള്ള ഭാഗമാണ് മനുഷ്യൻ ചുമക്കേണ്ടത്. അത് തോളോട് ചേർത്ത് വെച്ചിട്ട് കയറ് ചേർത്ത് കെട്ടും. അതിനു മുമ്പ് ചാട്ടവാറിനടിക്കും. ഭീകരവും കിരാതവുമാണ് ആ രംഗം. 10 അടി ഇങ്ങനെ അടിച്ചെങ്കിൽ അടുത്ത 10 അടി തിരിച്ചടിക്കും. കമഴ്ത്തിക്കിടത്തി അടുത്ത 10 അടി. ഈ അടിയെല്ലാം കഴിയുമ്പോൾ പുറത്തുനിന്ന് റിബൺ ചുറ്റി മാറ്റും പോലെ തൊക്കുരിഞ്ഞുരിഞ്ഞുരിഞ്ഞു മാറും. തലയിൽ മുൾക്കിരീടം വെച്ച് ആക്ഷേപിക്കും. ആളുകൾ ചീത്ത പറഞ്ഞ് പരിഹസിച്ചു കൂവും. ഭീകരമാണ് ഈ മരണം. അതുകൊണ്ട് മരണ ഉത്തരവിട്ട് കഴിഞ്ഞാൽ പിന്നെ ആരും വന്ന് ഈ തടിയിൽ തൊടില്ല. ഇയാൾ മാത്രമേ തൊടാവൂ. തൊട്ടാലൊരു പ്രശ്നം, നിൻ്റെ കുടുംബത്തിലേക്കൊരു ശാപം കിടക്കും. കാരണം ഇത് ഏറ്റവും നരകയോഗ്യൻ്റെ ഭീകരന് കിട്ടുന്ന ശിക്ഷയാണ്. തൊടല്ലേ. ആളുകൾ മാറി മാറി നിൽക്കുമ്പോൾ അടികൊണ്ട് പീഡകറ്റ് വാങ്ങി ആക്ഷേപിക്കപ്പെട്ട് ക്രിസ്തു പോകുക. വിധി നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥന് മനസ്സിലായി സമയത്ത് ഇത് അവിടെ എത്തില്ല, അത് തൻ്റെ തൊഴിലിനെ ബാധിക്കും. ആരൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്ന് ചുമക്കണമല്ലോ. സുഹൃത്തേക്ക് വന്നേ, ഇത് ചുമന്നേ. സാർ, ബഹുമാനമുണ്ട് സാർ, ചുമക്കാൻ വയ്യ, എൻ്റെ കുടുംബത്തിന് ശാപം വരും. പലരും വഴിമാറിപ്പോയപ്പോൾ വയലിൽ നിന്ന് പണി കഴിഞ്ഞു വരുന്ന ഒരു എത്യോപ്യൻ വംശജനായ പാവപ്പെട്ട മനുഷ്യൻ, എനിക്ക് 2 മക്കളാണ്, അലക്സാണ്ടർ റുജുബോസും. ഈ മനുഷ്യൻ്റെ പേര് ശിമോൻ. ഇയാൾ അതുവഴി പോവാ. അടിമയല്ലേ, പണിയെടുക്കുന്നവനല്ലേ, ചേറുപുരണ്ട ശരീരത്തോടെ പോവാ. ആ സൈനികൻ വിളിച്ചു, ഏയ് താനിവിടെ വാ. എവിടെ പോയാ? യജമാനെ, പണി കഴിഞ്ഞ് വരിക യജമാനെ. വെള്ളം കുടിച്ചോന്ന് പോലും ചോദിക്കാതെ വരിക. നീ വാ. അടുത്ത് വന്നു. എടുക്കത്. അയ്യോ, ശാപഗ്രസ്തമായ മരക്കുരിശ് ഇവൻ എടുക്കണമെന്നോ? അവൻ ആ മരക്കുരിശ് ചുമക്കുന്ന ആളിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രസന്നവതനായി. അടിയെറ്റി പിടയുമ്പോഴും മുഖത്തെ സന്തോഷത്തിനൊരു കുറവില്ല. ഞാനതുകൊണ്ട് പറയും, ക്രൂശിൽ മനുഷ്യൻ വരച്ച ചിത്രമല്ല യേശുവിൻ്റെ യഥാർത്ഥ ചിത്രം. അത് ഒരുവൻ്റെയും ക്യാൻവാസിൻ്റെ മുമ്പിൽ വഴങ്ങില്ല. എബ്രാലേഖനകാരൻ പറയുക, അവൻ മരണം ആസ്വദിച്ചു. തീഷ്ണമായ വേദനയ്ക്ക് നടുവിലും ഉത്തരവാദിത്വ ബോധമുള്ള ക്രിസ്തു സന്തോഷചിത്തനായി അടിയെറ്റി പിണയുന്ന ഘട്ടത്തിൽ ഈ മനുഷ്യൻ ആ മുഖത്തേക്ക് നോക്കി. ആ ദൃഢചിത്തത കണ്ടപ്പോൾ പിടികിട്ടി, ഇവൻ പറഞ്ഞ രാജ്യം ശരിയാ, ഇവൻ്റെ പ്രസംഗം ശരിയാ,
ഇവനൊരു രാജ്യമുണ്ട്. അതുകൊണ്ട് ആ രാജ്യത്തിന് വേണ്ടി മരിക്കേണ്ടി വന്നാലും നിവരെ നിൽക്കാൻ ആ കിട്ടിയ ധൈര്യം, അതാ എന്തും വരട്ടെ. ഈ ക്രൂശ് ചുമന്ന് തോളിലേക്ക് വെച്ച് ആ കൂടെ 1-2 അടി നടക്കുക. വസ്ത്രത്തിൽ ഇത് ചുമക്കേണ്ടതാരായിരുന്നു? 3.5 കൊല്ലം പഠിപ്പിച്ച് വസ്തുതകൾ ബോധ്യപ്പെടുത്തി ഒപ്പം കൊണ്ടു നടന്ന 12 ഈശന്മാരിലെ 5 അപ്പം പ്രാർത്ഥിച്ച് വീതം വെക്കുമ്പോൾ ഭക്ഷിക്കാൻ ഓടി വന്ന ആളുകളില്ലേ? മരിച്ച് കല്ലറയിൽ വെച്ച് 4 ദിവസം കഴിഞ്ഞ് ദുർഗന്ധമമിച്ച ശരീരത്തെ ഉയർപ്പിച്ചങ്ങനെ ജീവൻ തിരിച്ചു കിട്ടിയ ലാസറില്ലേ? ശതാധിപന്റെ ദാസനില്ലേ? എത്രയെത്ര ആളുകളെ അവൻ സുഖപ്പെടുത്തി. കാര്യത്തോടെടുത്തപ്പോൾ ഒരൊറ്റ മനുഷ്യനില്ല അവനൊരു ഉപകാരവും ചെയ്യാത്ത, ഇന്നുവരെ അവനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു സാധു മനുഷ്യൻ വന്നിട്ട് തോളങ്ങ് വെച്ചു കൊടുത്തിട്ട് പറയുക, ദാ ഇവിടെ വച്ചോ. ഈ ചങ്കുറപ്പുള്ള ചിലരെ ഇന്ന് രാത്രി യേശുവിന് ആവശ്യമുണ്ട്. ആർക്ക് മനസ്സുണ്ട് ഈ തോള് വെച്ചു കൊടുക്കാൻ? അപ്പം ഭക്ഷിക്കാൻ വന്ന 5000 പേർക്കൊപ്പം നിൽക്കാനാണോ നിങ്ങൾക്ക് ഇഷ്ടം? ഈ തോൾ എനിക്ക് യേശുവിന് വേണ്ടി വെച്ചു കൊടുക്കണം. ഈ തോള് യേശുവിന് വേണ്ടി വെച്ചു കൊടുക്കുന്ന എന്തിനാണെന്നറിയണ്ടേ? എൻ്റെ ഗുരുവിൻ്റെ കാൽപാദങ്ങളിലൂടെ ചോര കിരിഞ്ഞിറങ്ങുന്ന വഴിയിലൂടെ നടക്കുമ്പോൾ ആ ചുമലിന് ഒരാശ്വാസം കൊടുക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ടതാകട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിക്കാൻ മനസ്സുള്ളവരെ തിരഞ്ഞ് ഈ രാത്രി ക്രിസ്തുവിൻ്റെ ചൈതന്യം നമ്മുടെ മധ്യത്തിൽ പരിലസിക്കുന്നുണ്ട്. അവരുടെ ഒരു കാലം വരാൻ പോവുക. നമുക്ക് സൗഖ്യം വേണം, അപ്പം ഭക്ഷിക്കണം, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തണം, കടലിൻ മീതെ നടക്കുന്ന യേശുവിനെ കാരണം ക്രൂശിക്കപ്പെടുന്നവൻ്റെ ഒപ്പം നടക്കാൻ ആളില്ല. പക്ഷെ ഇവനൊരു കാര്യമറിയാം, വെറുതെ എല്ലാവരും മരിച്ച പോലെ മരിക്കാൻ പോകല്ല. ഈ ശരീരം അല്പം കഴിഞ്ഞെടുത്തേ കല്ലറയ്ക്കുള്ളിൽ വെക്കും. സകല ശവങ്ങളും മണ്ണിൻ്റെ ഭാഗമാകുമ്പോൾ പുഴുക്കൾ അരിക്കാൻ വരും. കുന്തിരിക്കമിട്ട് മൂടുന്ന ആളുകളിലെ കോടികളെ വിലയുള്ള സ്വർണ്ണപ്പെട്ടിയിൽ അടക്കം ചെയ്യുന്ന ഈജിപ്തിലെ ഫറവോമാരില്ലേ? വിലപിടിപ്പുള്ള സുഗന്ധ ദ്രവ്യങ്ങളിട്ട് പൂശി ആളുകളെ ശവമടക്കുന്ന മമ്മിഫൈ ചെയ്യുന്ന സംസ്കാരം ഈജിപ്തിൽ നിലനിന്നിരുന്നില്ലേ? അതൊക്കെ കാലകരണപ്പെടും. മഹാനായ അലക്സാണ്ടറുടെ ശവശരീരത്തെ കാറ് തിന്ന പുഴുക്കളില്ലേ? അതേ പുഴുക്കൾ തന്നെയാ ഏത് സുന്ദരന്റെയും ഏത് സുന്ദരിയുടെയും ശരീരത്തെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി തിന്നു തീർക്കാൻ തുടങ്ങുന്നത്. ഈ മണ്ണിലേക്ക് പോയാൽ അതിന് പേരുണ്ട്, സകല ഭൂവാസികളുടെയും വഴി അതാണ് മരണം. സകല ഭൂവാസികൾക്കും അവൻ വെച്ചിരിക്കുന്ന വഴി ഒന്നു മാത്രം, അതാണ് മരണം. പറഞ്ഞു നിർത്താം. പക്ഷേ ഇവനെ കല്ലറയിൽ വെക്കും. ഒരു കാര്യം ഉറപ്പിച്ചു, ഈ ശരീരം തിന്നു തീർക്കാൻ, ദ്രവിച്ച് മണ്ണിൻ്റെ ഭാഗമാക്കാൻ ഒരു പുഴുവിനെയും അനുവദിക്കില്ല. ഒരു ബാക്ടീരിയകൾക്കും അവനെ നശിപ്പിക്കാൻ സാധിക്കില്ല. പ്രവചനം പറയുക, അവൻ്റെ മരണത്തിൻ്റെ പ്രത്യേകത, തൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ പിതാവ് സമ്മതിക്കില്ല. ദ്രവിച്ചൊടുങ്ങാതെ മണ്ണിൻ്റെ ഭാഗമാകാതെ ഈ മണ്ണിൽ ഇങ്ങനെ അടക്കം ചെയ്തവൻ മരണത്തിന്റെ മാരക ശക്തിയെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് 3-ാം ദിവസം അജയ്യനായി ഉയർത്തെഴുന്നേറ്റെങ്കിൽ ആ അജയ്യനായ പരമഗുരുവിന്റെ പേരെത്രേ? ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ ക്രൂശ് ചുമക്കാൻ ഒരു ശിമോൻ തയ്യാറായി. നാടെന്താ ധരിച്ചെന്നറിയണ്ടേ? ഇവൻ ക്രൂശ് വന്നു. ഒരു കാര്യം ഉറപ്പാ, ഇവൻ്റെ മക്കൾ ഏതെങ്കിലും കുറ്റങ്ങളിൽ പിടിക്കപ്പെടും. അവരെയും ക്രൂശിൽ തറയ്ക്കും. കാക്കകൾ വന്ന് കൊത്തി തിന്നും. എന്തായിരുന്നാലും നീ എടുക്കരുതായിരുന്നു, കാരണം ശാപമായി മരം. ഇതൊന്നും അറിയാത്ത പാവപ്പെട്ടവൻ ഈ ക്രൂശ് ചുമലിച്ചു വന്നു. മക്കൾക്കെന്ത് പറ്റണം? ക്രൂശി തറച്ചു കൊള്ളണം, വിലാപ്പുറം കുത്തിത്തുളക്കണം, ആക്ഷേപിക്കപ്പെടണം. നാട്ടുകാരതാ പ്രതീക്ഷിച്ചേ, നാട്ടുകാരുടെ ചിന്തയതാ. പക്ഷെ അലക്സാണ്ടറും രൂപോസും എന്ന് പേരുള്ള 2 മക്കളുണ്ടായിരുന്നു ഇയാൾക്ക്. അതിൽ റൂഫോസിനെ കുറിച്ച് പിന്നൊരു പരാമർശമുണ്ട്, അതിലേക്ക് വരുമ്പോൾ പറയാം. ഈ റൂഫോസ് ആരായി എന്നറിയണ്ടേ? അയാൾ എഫെസോസ് സഭയുടെ പിൽക്കാലഘട്ടത്തിലെ പരമാധ്യക്ഷനായി. ആയിരക്കണക്കിന് ആളുകൾക്ക് സ്നാനം കൊടുത്തുകൊണ്ട് ആയിരക്കണക്കിന് ദൈവജനങ്ങളെ നേടത്തക്ക വിധം വയലിൽ പണിയെടുത്ത് ചേർപ്പുരണ്ട ആ കാലുകളോടെ വന്ന് അപ്പൻ കുരിശു ചുമന്നപ്പോൾ
തമ്പുരാൻ കുറിച്ചിട്ടു, ക്രൂശ് ചുമക്കുന്നവന്റെ തലമുറയ്ക്ക് ഒരു അനുഗ്രഹം. ഈ രാത്രി ഈ കുരിശ് ചുമക്കാൻ ചങ്കുറപ്പുള്ള ചിലരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരയുന്നു. തലമുറയ്ക്കൊരു അനുഗ്രഹം അവൻ കരുതി വെച്ചെങ്കിൽ ആർക്കെന്ന് പറയാൻ പറ്റും? ഞാനും ഇതാ വരുന്നു ഈ ക്രൂശ് എന്ന് ചുമക്കാൻ, ജീവിതം കൊണ്ട് എൻ്റെ യേശുവിനെ പ്രസംഗിക്കാൻ, യേശുവിനായി പാടാൻ, യേശുവിന് വേണ്ടി നിലകൊള്ളാൻ അങ്ങനെ കഴിയുന്ന ഒരാളെങ്കിലും ഈ രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ, നിങ്ങളെ തിരഞ്ഞ ഈ 4 രാത്രിയിലെ കൺവെൻഷൻ വ്യക്തമായൊരു ആത്മനിയോഗം ഞങ്ങൾക്കുണ്ട്. അതിനാ കർത്തൃദാസൻ ആമുഖമായിട്ടത് പറഞ്ഞ്. കാലമേറെ കഴിഞ്ഞു. ഉന്നത കുലജാതന പൗലോസ്, അദ്ദേഹം ജയിലിൽ കഴിയുക, ക്രൂശ് നിമിത്തം പീഡിപ്പിക്കപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കത്തെഴുതുക. സുഹൃത്തുക്കൾക്കൊക്കെ കത്തെഴുതുമ്പോൾ ആ കത്തിലൊരു പരാമർശമുണ്ട്. കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസ് അവൻ്റെ അമ്മയായ എൻ്റെ അമ്മയ്ക്കും വന്ദനം പറവി. വയലിൽ പണിയെടുത്ത് ആ വയലിൽ തകർന്നടിയേണ്ട രൂഫോസിന് പ്രസിദ്ധനാക്കി മാറ്റുക മാത്രമല്ല, അടിമയായ അവൻ്റെ അമ്മയെ നോക്കിക്കൊണ്ട് അതെൻ്റെ അമ്മയാണെന്ന് കൂടി പറയാൻ ആർജവം പൗലോസിന് കൊടുത്ത തിരുവെഴുത്തും കൊണ്ടാണ് നമ്മളിവിടെ വന്നതെങ്കിൽ, നമ്മെ പ്രചോദിപ്പിക്കുന്ന ഈ വചനം കൊണ്ടൊന്ന് കാര്യം പറയാം. ക്രൂശ് ചുമക്കുന്നവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ആ തലമുറയുടെ അനുഗ്രഹത്തിൻ്റെ വഴി തടയാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. കാരണം ക്രൂശ് ചുമക്കുന്നതിന് മരണത്തിന് മരണം വിധിയെഴുതാൻ, മരണാധികാരിയെ ചെറുത്തു തോൽപ്പിക്കാൻ, നിത്യജീവൻ്റെ വിളംബരത്തിന് ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകേണ്ടതിന്. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ കേട്ട ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ക്രൂശ് ചുമക്കണം, എനിക്കെൻ്റെ യേശുവിനായി നിൽക്കണം, എനിക്കെൻ്റെ യേശുവിന് വേണ്ടി പാടണം, യേശുവിന് വേണ്ടി പടപൊരുതണം, ആവശ്യം വന്നാൽ യേശുവിന് വേണ്ടി മരിക്കണം. ചിലരെ ആഗ്രഹം എങ്ങനെങ്കിലൊക്കെ സമ്പന്നനായി ഭൗതിക ജീവിതം കരിപ്പിടിപ്പിച്ചു പോകണമെന്ന്. പക്ഷെ നമുക്കൊന്ന് തിരിഞ്ഞു ചിന്തിക്കണം. 12 ശിഷ്യന്മാരുടെ ഗണത്തിൽ പേര് വന്നില്ലെങ്കിലും, 70 ശിഷ്യന്മാരുടെ കൂടെ പേര് കയറിയില്ലെങ്കിലും, പ്രസിദ്ധനാകാൻ കഴിഞ്ഞില്ലെങ്കിലും, പ്രതിഫലിച്ച കൂടാതെ എനിക്ക് എൻ്റെ ക്രൂശ് ചുമക്കണം ആഗ്രഹമുണ്ടോ? ഞാൻ ഒരു കഥ പറഞ്ഞ് നിർത്താം. പാടുന്ന സഹോദരങ്ങളുണ്ടല്ലോ. പണ്ട് ഒരു രാജാവ് വരിക വഴിയിലൂടെ. അദ്ദേഹം സംഗീതം ഇഷ്ടപ്പെടുന്ന ആളാണ്. വഴിയോരത്ത് കണ്ണുകുഴിഞ്ഞ് കവിളൊട്ടിയ, തലമുടി നീട്ടി വളർത്തിയ ഒരു തെരുവ് ഗായകൻ ഒരു ശ്രുതിപ്പെട്ടി മീട്ടി അങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. രാജാവിന് ഈ പാട്ടങ്ങ് ഇഷ്ടപ്പെട്ടു. രാജാവ് മന്ത്രിയോട് പറഞ്ഞു, ഇയാളെ ഇന്ന് കൊട്ടാരത്തിൽ കൊണ്ടുവരണം, വിളിച്ചോ. രാജാവ് പോയി. അദ്ദേഹത്തെ വിളിക്കാൻ ചെന്നിട്ട് പറഞ്ഞു, രാജാവ് തന്നെ വിളിക്കുന്നു, വാ. രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോകണമെങ്കിൽ ഈ താടി മുടിയൊക്കെ വളർത്തി വൃത്തിഹീനമായിരുന്ന പോരാ, കുളിച്ച് ശുദ്ധനായി വാ. കുളിപ്പിച്ചെടുത്തു, നല്ല വസ്ത്രം കൊടുത്തു, മുടിയൊക്കെ ചീകി ഒതുക്കി വൃത്തിയാക്കിയപ്പോൾ ആൾ നല്ല സുമുഖനായി. രാജാവിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുക. അപ്പോൾ ഈ മുഷിഞ്ഞ ശ്രുതിപ്പെട്ടി കയ്യിലുണ്ട്. രാജാവ് പറഞ്ഞ്, നീ ഒരു പാട്ട് പാടിക്ക്. അവൻ ഈ ശ്രുതിപ്പെട്ടി കയ്യിലെടുത്ത് ഒരു പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, ഇനി നീ എങ്ങും പോകണ്ട, എൻ്റെ ഭക്ഷണം ഇവിടെ, എൻ്റെ ജീവിതം ഇവിടെ, നീ ഇന്ന് മുതൽ കൊട്ടാരം ഗായകനായി ഇവിടെ നിന്ന് പാടണം. അപ്പോൾ യജമാനെ, ഭാര്യയും മക്കളൊക്കെ ഉണ്ട് യജമാനെ, ജനം വലിച്ചെറിയുന്ന നാണയത്തുട്ടുകളാണ് യജമാനെ ഞങ്ങളുടെ ഉപജീവനം. രാജാവ് പറഞ്ഞു, അവർക്ക് മാത്രമല്ല, നിനക്ക് മാത്രമല്ല, അവർക്കും ഇവിടെ കഴിയാം. വ്യത്യസ്ത സംഗീതോപകരണങ്ങളൊക്കെ രാജാവ് എടുത്തു കൊടുത്തു. അപ്പോഴീ പാട്ടുകാരൻ പറഞ്ഞു, യജമാനെ ഇതൊക്കെ നല്ലതാ, എവിടെ പോയാലും എന്നെ ഞാനാക്കി ഈ ശ്രുതിപ്പെട്ടി കൊണ്ടുപോകും. ആയിക്കോട്ടെ. അന്നു മുതൽ അവനൊരു തീരുമാനം എടുത്തു, എൻ്റെ ചെലവ്, എൻ്റെ ഭക്ഷണം, എൻ്റെ വസ്ത്രം, എൻ്റെ സകലതും തരുന്നത് രാജാവാണ്. ഈ നാവിന് രാജാവിന് വേണ്ടി മാത്രമേ പാടൂ, ഈ രാജ്യത്തിന് വേണ്ടി പാടൂ. ആ സ്വന്തം പാട്ടുകൾ കമ്പോസ് ചെയ്തു, പാട്ട് എഴുതാൻ തുടങ്ങി, കവിത എഴുതാൻ തുടങ്ങി. ആ പാട്ടുകൾ ആളുകളെ ഹരം കൊള്ളിച്ചു. അവൻ അറിയപ്പെട്ടു, പ്രസിദ്ധനായി.
അവൻ്റെ മുഖകാന്തി വർദ്ധിച്ചു. കാരണം പിച്ചേതണ്ടി നടന്ന മനുഷ്യനെ പിടിച്ച് ഈ നിരയിലേക്ക് എത്തിച്ചപ്പോൾ അവന് വന്ന മാറ്റം വലുത്. ഒരു ദിവസം അറിയുന്നൊരു ദുരന്ത വാർത്ത, ഈ രാജ്യത്തെ ശത്രു രാജ്യം നേരിടുന്നു. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു, പടയാളികൾ ഒന്നൊന്നായി മരിച്ചു വീഴുക, പരാജയത്തിൻ്റെ ആഴത്തിലേക്ക് യുദ്ധം പോവുക. ഇവൻ രാജാവിനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, പ്രഭോ, അടിനെക്കൂടി യുദ്ധമുഖത്തയക്കുമോ? നിനക്ക് യുദ്ധം ചെയ്യാൻ അറിയില്ലല്ലോ, നിനക്ക് ആയുധം പിടിച്ച് ശീലമില്ലല്ലോ, നീ എന്ത് ചെയ്യും? അവൻ പറഞ്ഞു, ഗുരു, പ്രഭോ, അടിയൻ്റെ ഈ മുഷിഞ്ഞ ഈ ശ്രുതിപ്പെട്ടി കയ്യിലെടുത്ത് അതിലൂടെ ഇങ്ങനെ ഞാൻ ആ കോട്സൊക്കെ പിടിച്ച് നമ്മുടെ പടയാളികൾക്ക് ഉന്മേഷം വരുന്ന ചില പാട്ടുകൾ പാടും. ക്ഷീണിച്ചവർക്ക് ആവേശം വരും. ആ പാട്ടിൻ്റെ മനോഹാരിതയിൽ അവർ യുദ്ധം ചെയ്യിക്കും. ആകട്ടെ, നിന്നാൽ കഴിയുന്നത് ചെയ്യും. അവൻ പോയി പാടാൻ തുടങ്ങി. അവൻ പ്രതീക്ഷിച്ചതൊന്നുമല്ല കാര്യം നടന്നത്. യുദ്ധത്തിൽ നമ്മുടെ രാജ്യം തോറ്റു. ഈ മനുഷ്യനും പിടിക്കപ്പെട്ടു. പിടിക്കുന്ന ആളുകളെ കണ്ണ് കുത്തി പൊട്ടിച്ച് തടവുള്ളിയാക്കി കൊണ്ടുപോകും. ഇവനെ കൊണ്ടിരുത്തി ഈ ശത്രുവിൻ്റെ രാജ്യത്ത്. എന്നിട്ട് അവിടുത്തെ രാജാവിനോട് പിടിച്ചുകൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇവൻ ഭയങ്കര പാട്ടുകാരനാട്ടോ, അവരുടെ ആസ്ഥാന ഗായകനാണ്. രാജാവിനും പാട്ടിഷ്ടമായിരുന്നു. പുതിയ രാജാവ് പറഞ്ഞു, എന്നാൽ നീ ഒന്ന് പാടിക്കെപ്പിച്ച്. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, തെറ്റിദ്ധരിക്കില്ലേ തിരുമനസ്സേ, അനാദരവാണെന്ന് തോന്നില്ല തിരുമനസ്സേ, എനിക്ക് വേറെ പാട്ടൊന്നും അറിയില്ല. ഞാൻ പാടിയാൽ നിൻ്റെ ശത്രുവായ എൻ്റെ രാജാവിനെക്കുറിച്ച് പാടും, മറ്റൊന്നും എനിക്കറിയില്ല. ഒരു പാട്ടല്ലേ, നീ ഏതെങ്കിലും പാടിക്കൊള്ളൂ. അവൻ ശ്രുതി വെട്ടി പാട്ടാരംഭിച്ചു. ഇതുവരെ പാടാത്ത വിധത്തിൽ ആ മനസ്സങ്ങോട്ട് തീഷ്ണമായ വികാര വിക്ഷോഭങ്ങൾക്ക് വിധേയപ്പെട്ടു. പാട്ടിൻ്റെ തീവ്രതയിൽ അവനൊരു അബദ്ധം പറ്റിയിരുന്നു. കാരണം ഇത് കോറസ് അതിൻ്റെ എൻഡിങ്ങിൽ കൂടണം, കൂടെ ഇതുപോലെ ഗായക സംഘം കൂടണം. അതിനൊരു സ്ഥായീ ഭാവത്തിലേക്ക് എത്തുമ്പോൾ ഒരു ചെറിയ പോസ്, അവിടെ ഒരു നിർത്തലുണ്ട്. ആ നിർത്തുന്ന സമയത്ത് ഒരു 3 കൈത്താളം കൃത്യമായി വീഴണമെങ്കിൽ അടുത്ത സ്ഥായിലേക്ക് ക്ലൈമാക്സിൽ അത് പാടി ഒപ്പിക്കാൻ പറ്റൂ. ഈ ചെല്ലുന്ന സ്ഥലത്തൊന്നും ആർക്കും അറിയില്ല. അത്തരം പാട്ട് അബദ്ധവശാൽ സെലക്ട് ചെയ്തു. തൻ്റെ പാട്ട് മുഴുമിപ്പിക്കാനാവാതെ പാതി വഴിയിൽ ഇടിച്ചു നിർത്തണം. ഈ വേദന അവനെ ഭരിച്ചു. ആ പാട്ടിലെ വരികൾ ഇങ്ങനായിരുന്നു: മഹാരാജാവേ, നിനക്ക് അശ്രുപൂജ, പ്രാണനും മജ്ജയും മാംസവും എന്നും നിനക്ക്, എന്നും തുടിക്കുന്ന മനസ്സുകൊണ്ട് മരിച്ചാലും നിനക്കൊപ്പം ഈ പാവം ഗായകനുണ്ടാകും. ഇതൊക്കെയല്ലേ അർത്ഥം. അവസാനം പറയും, രാജാവേ ജയിക്ക, രാജാവേ ജയിക്ക, രാജാവേ ജയിക്ക. ഈ പറയുന്ന ആ ക്ലൈമാക്സിൽ എത്തിക്കാൻ കഴിയണമെങ്കിൽ ഈ കൈയടിക്കണം. അല്ലേ ഈ 3 കാര്യം പറഞ്ഞില്ലെങ്കിൽ പാട്ടിന് അർത്ഥമില്ല. അവനാകെ വിഷമിച്ചു. എൻ്റെ രാജാവിനൊരു അശ്രുപൂജ അർപ്പിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത പാട്ട് ഇതായിപ്പോയല്ലോ, പാടി എത്തിക്കാനാവില്ലല്ലോ. എങ്കിലവൻ പാടി ആ എൻഡിങ്ങിൻ്റെ തൊട്ടടുത്ത് ഇടിച്ചു നിർത്താൻ തുടങ്ങിയും അമ്പരപ്പിക്കുന്നൊരു പ്രതികരണം, ഒരു 3 കൈത്താളം കൃത്യം താളവട്ടം അക്ഷരക്കാലം കൃത്യം നിശ്ചയിച്ച് അണുവിട തെറ്റാതെ അതാ കേൾക്കുന്നു. അവൻ അമ്പരന്ന് ജയിക്ക 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 എന്നിങ്ങനെ പറയുമ്പോൾ ഇതുവരെ പാടാത്ത വിധത്തിൽ പാടി കണ്ണുനീർ ധാരധാരയായി ഒഴുകി. എല്ലാവരും കൈയടിച്ചു. നിശബ്ദത വന്നപ്പോൾ അവൻ ഒരു ചോദ്യം ആരോടാണെന്നറിയണ്ടേ? ഈ കൈയടിച്ച ആളാരാന്നറിയില്ല. അവൻ്റെ ചോദ്യം, കൂട്ടുകാരാ, താങ്കളാരാ? ഞാൻ ശത്രുവിൻ്റെ കോട്ടയിൽ പിടിക്കപ്പെട്ടിരിക്കുമ്പോൾ അയാൾക്കെതിരെ നിന്നുകൊണ്ട് ഞാൻ വളർന്ന എൻ്റെ രാജ്യത്തിലെ രാജാവിനെ പ്രകീർത്തിച്ച് പാടുമ്പോൾ എനിക്ക് കൈയടിച്ച് പ്രോത്സാഹനം തന്ന് എൻ്റെ പാട്ട് മുഴുമിപ്പിക്കാൻ ഒപ്പം നിന്ന് താങ്കളാരാ? മറുവശത്തെ വാക്കുകൾ ഒരേ സമയത്ത് വേദനയും ആവേശവും പകരുന്നതായിരുന്നു. പ്രിയപ്പെട്ട ഗായക,
അത് വേറെ ആരുമല്ല, ഇത് ഞാനാ, നിന്റെ രാജാവ്, നിന്റെ സ്വന്തം രാജാവ്, നിന്നെ ആസ്ഥാന ഗായകനാക്കി വളർത്തി പരിപോഷിപ്പിച്ച നിന്റെ രാജാവ്, നിന്റെ തൊട്ടരികിൽ എൻ്റെയും കണ്ണുകുത്തി പൊട്ടിച്ച് ഇവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. ശത്രുവിൻ്റെ മുമ്പിൽ നിനക്ക് വേണമെങ്കിൽ എന്നെ കുറ്റം പറഞ്ഞ് അയാൾക്ക് വേണ്ടി പാടാമായിരുന്നു. ഇവിടെ ഇരുന്നു കൊണ്ടും നിന്നെ ഈ നിലയിലെത്തിച്ച് എന്നോട് നന്ദി പറഞ്ഞ് പാടിയപ്പോൾ ചങ്ങലയിൽ ബന്ധസ്ഥനാണെങ്കിലും അവശേഷിക്കുന്ന കൈകൊണ്ട് പരമാവധി ശക്തിക്ക് നിനക്ക് വേണ്ടി ഒരു 3 കൈത്താളം ഇട്ടുതരാൻ ഒരു പ്രചോദനം എനിക്കുണ്ടായി. പാട്ടുകാരാ, നിന്റെ രാജാവ് നിന്റെ ഒറ്റപ്പെടലിൽ നിന്നെ കൈവിടില്ല, കൂടെ നിൽക്കുന്ന രാജാവായത്. ഇങ്ങനെ നമുക്കും ഒരു രാജാവുണ്ട്. മരണത്തിൻ്റെ മുഖത്തും അവനൊപ്പം നിൽക്കാൻ മനസ്സുള്ളവരുണ്ടെങ്കിൽ നമുക്കൊരുമിച്ച് ജയഗീതം മുഴക്കണം. ഫൈനൽ വിക്ടറി ബിലോങ്സ് ടു യു. നമുക്കുള്ളതാ അന്തിമ വിജയം. ജയമെടുക്കണം ദൈവത്തിൻ്റെ മക്കൾ. പാടുന്നത് രാജാവിന് വേണ്ടി, പ്രസംഗിക്കുന്നത് രാജാവിന് വേണ്ടി, പ്രാണനും മജ്ജയും മാംസവും ഈ മഹാരാജാവിന് വേണ്ടി, ഈ ക്രിസ്തുവിനായി ജീവിതം സമർപ്പിക്കാൻ മനസ്സുള്ള ഒരാളെങ്കിലും അകത്തും പുറത്തുമുണ്ടെങ്കിൽ അവർക്ക് കരമുയർത്താ. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ചില കരമുയർത്തുന്നു. എനിക്ക് യേശുവിനെ അനുധാവനം ചെയ്യണം, യേശുവിൻ്റെ മകനാകണം. ഇവിടെ ഇരിക്കുന്ന 1,00,000 പേരും യേശു ഉള്ളവരാ. എങ്കിലും ചോദിക്കുക, ഒരാളെങ്കിലും യേശുവിനെ കൂടാതുണ്ടെങ്കിൽ എനിക്ക് യേശുവിനെ അനുഗമിക്കണം. ആഗ്രഹമുള്ളവർക്ക് മാത്രം കരമുയർത്താൻ. ദൂരത്ത് ഞങ്ങളുടെ ദൃഷ്ടിയിൽ കാണാതെ ഒരാളെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ നിങ്ങളെ കാണുന്ന ദൈവം ഇടപെടട്ടെ. ഒപ്പം ശിഷ്ടായുസ് ഇനിയുള്ള കാലം എനിക്ക് യേശുവിനായി പാടണം, യേശുവിനായി പ്രസംഗിക്കണം. ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. എൻ്റെ ചിന്തകൾക്ക് മൂർച്ച പോരാ, ആശയങ്ങൾക്ക് ശക്തി പോരാ. മരണം വന്നാലും പിന്മാറാതെ കർത്താവിൻ നാമത്തിനായി, അവിടുത്തെ ശുശ്രൂഷയ്ക്കായി വേർതിരിയണം. ആഗ്രഹമുള്ളവർക്കും കരമുയർത്താം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിനായി വേർതിരിയാൻ, യേശുവിന് വേണ്ടി നിൽക്കാൻ കെൽപ്പുള്ള, ഈ ക്രൂശ് ചുമക്കാൻ മനസ്സുള്ള ആരുണ്ട്? അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് കരമുയർത്താം. യേശുവേ, ഞാൻ അങ്ങേക്കായി. നിങ്ങൾ കരമുയർത്തുന്നു. ചിലർ കരമുയർത്തരുത്, തമ്പുരാൻ തൊടട്ടെ. അധികം പേര് കരമുയർത്തുന്നില്ലായിരിക്കുക, പക്ഷെ ചിലർ കരമുയർത്തുന്നു. യൗവനക്കാർ കരമുയർത്തുന്നു. നിങ്ങൾ യേശുവിന് വേണ്ടി വേർതിരിഞ്ഞാട്ടെ. എല്ലാവരും പ്രാർത്ഥന നിർഭരമായി കർത്തത്തിൽ എഴുന്നേറ്റ് നിന്ന് അനിവാര്യമായൊരു ഗാനം ആലപിക്കുമ്പോൾ പാട്ടോടെ ദൈവത്തിന് മഹത്വമർപ്പിച്ച് സന്തോഷചിത്തരായി മടങ്ങാൻ ഈ രാത്രിയിലെ വചന ശുശ്രൂഷ നമുക്ക് ഏവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.